السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لتبلون في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور. സ്നേഹാദരണീയരായ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, സമദ് സർ, ഗഫൂർ സർ, ഈ മഹലിന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മക്കളെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും, എല്ലാ സന്ദർഭങ്ങളിലും, എല്ലാ സാഹചര്യങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്നുണർത്തുകയാണ്. നമ്മുടെ ഈ ഒരുമിച്ച് ചേരൽ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ഈ പ്രവർത്തനം, ഇതിന്റെ പിന്നിലുള്ള എല്ലാ അധ്വാനങ്ങളെയും നാളെ പരലോകത്ത് ഉപകരിക്കുന്ന സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് ഉൾപ്പെടുത്തുമാറാവട്ടെ. കോവിഡ് മഹാമാരിയുടെ അതിശക്തമായ വ്യാപനം ലോകത്തിനുണ്ടാക്കിയിരിക്കുന്ന നഷ്ടം കണക്കുകൂട്ടാൻ കഴിയുന്നതിലും എത്രയോ അപ്പുറത്താണ് എന്ന് സ്വന്തം ജീവിതങ്ങളിലൂടെയൊക്കെ തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക രംഗത്തുണ്ടായ നഷ്ടമാണ് ഇത്തിരിയെങ്കിലും നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും. മറ്റു മേഖലകളിലുണ്ടായ നഷ്ടങ്ങളുടെ ആഴം എത്ര വലുതാണ് എന്ന് ഭാവിയിലെ ജീവിതത്തിൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഉണ്ടായ നഷ്ടം. ഈ അടുത്ത ദിവസത്തിൽ ഒരു ബാങ്ക് അതിന്റെ ഒരു പോസ്റ്റിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിയെ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യം വരികയുണ്ടായി. ആ ഉദ്യോഗത്തിനുള്ള യോഗ്യത ഡിഗ്രിയാണ്, ഏത് ഡിഗ്രി, ഏത് ഡിഗ്രി പാസ്സായാലും ആ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. പക്ഷേ ആ തസ്തികക്ക് വേണ്ടിയുള്ള അപേക്ഷ ക്ഷണിച്ചപ്പോ ഡിഗ്രിയാണ് യോഗ്യത എന്ന് കാണിച്ചപ്പോ ബ്രാക്കറ്റിൽ ഒരു പുതിയ നിയമം കൂടി എഴുതി ചേർത്തു. 2020-21 വർഷത്തിൽ ഡിഗ്രി പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല. കോവിഡ് കാലത്ത് ഡിഗ്രി പൂർത്തിയാക്കിയവർ അപേക്ഷിക്കേണ്ടതില്ല എന്നാണ് ആ ബാങ്ക് ഒരു നിബന്ധനയായി വെച്ചത്. ഒരുപാട് വിവാദങ്ങൾക്ക് കാരണമായി. വിവാദം എന്തോ ആവട്ടെ, അതിന്റെ നിയമപരമായ വശം എന്തോ ആവട്ടെ, എന്തുകൊണ്ടാണ് ഈ കാലത്ത് പുറത്തിറങ്ങിയവർ അപേക്ഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് എന്ന ചോദ്യത്തിന് ആ നിബന്ധന വെച്ചതിന്റെ കാരണം പുറത്തു പറയാൻ പറ്റൂലെങ്കിലും നമുക്കെല്ലാവർക്കും അറിയാം. വിദ്യാഭ്യാസ രംഗത്ത്
വട്ടപൂജ്യം എന്ന് പറയാൻ പറ്റൂലെങ്കിലും അതിന്റെ തൊട്ടടുത്തൊക്കെയാണ് കോവിഡ് കാലത്ത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞ വിദ്യാഭ്യാസം. 10ാം ക്ലാസ്സിലൊക്കെ റെക്കോർഡ് വിജയമുണ്ടെങ്കിലും ആ വിജയത്തിന്റെ കാരണം എന്താണ്? കുട്ടികൾ ഭയങ്കരമായി പഠിച്ചത് കൊണ്ടാണോ, അതല്ല പരീക്ഷ നടത്തിപ്പിലുണ്ടായ ചില മാറ്റങ്ങൾ കൊണ്ടാണോ അങ്ങനെ വലിയ റിസൾട്ട് ഉണ്ടായത് എന്ന് കുട്ടികൾക്കും അറിയാം, രക്ഷിതാക്കൾക്കും അറിയാം, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും അറിയാം. പക്ഷേ അറിയുന്നതൊക്കെ പുറത്തു പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ അങ്ങനെ ഒരു പ്രത്യേക മറക്ക് പിന്നിൽ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പാൾ പറഞ്ഞത്, ഒരു കുട്ടി MBBS കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ കൃത്യമായും ഇത്ര ശസ്ത്രക്രിയകൾക്കെങ്കിലും അവൻ സാക്ഷിയായിരിക്കണം, പങ്കെടുത്തിരിക്കണം. ആ കുട്ടിയുടെ മുമ്പിലേക്കാണ് നമ്മൾ ഡോക്ടറെ എന്ന് വിളിച്ചുകൊണ്ട് ചെല്ലാറുള്ളത്. എന്നാൽ കോവിഡ് കാലത്ത് അതൊന്നും നടക്കാതെ ഓൺലൈനായി പഠിപ്പും പരീക്ഷയും ഒക്കെയായി പുതിയ ഡോക്ടർമാർ പുറത്തിറങ്ങുമ്പോ അവർക്ക് മുമ്പിലേക്ക് എന്ത് ധൈര്യത്തിനാണ് ഒരു രോഗിക്ക് ചെല്ലാൻ പറ്റുക എന്ന് ആശങ്കപ്പെടുന്നവരുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് കോവിഡ് കൊണ്ട് മനുഷ്യർക്കുണ്ടായ നഷ്ടങ്ങൾ എത്രയാണ് എന്ന് ഇനിയുള്ള കാലത്തെ നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇപ്പൊ കണക്കാക്കാൻ പറ്റില്ല. ഈ കോവിഡ് കാലത്ത് മനുഷ്യ ജീവിതം നിശ്ചലമായതിന്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് മനുഷ്യരെ ബാധിക്കാൻ പോകുന്നത് എന്ന് ഇൻഷാ അല്ലാഹ് വരും കാലങ്ങളിൽ നമുക്ക് ബോധ്യമാകും. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഈ കോവിഡിന് മുമ്പ് നമ്മളൊക്കെ ജീവിച്ചിരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിലേക്ക് ഇനി മനുഷ്യർക്ക് തിരിച്ചു പോകാൻ എത്ര കാലമെടുക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ചിലപ്പോ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഈ തലമുറ ഉണ്ടല്ലോ, ഈ തലമുറക്ക് ഒരുപക്ഷെ കോവിഡിന് മുമ്പ് നമ്മൾ ജീവിച്ചതുപോലെ 5000-10,000 ആൾക്കാർ പങ്കെടുക്കുന്ന കല്യാണങ്ങള്, ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന സമ്മേളനങ്ങള്, അങ്ങനെ 10,000 പങ്കെടുക്കുന്ന ഫുട്ബോൾ മേളകള്, അങ്ങനെ ഇത്തരം ഒരു പഴയ ജീവിതത്തിലേക്ക് ഈ തലമുറക്ക് നമുക്ക് ഒരുപക്ഷെ തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ് തീരുന്നതിന് മുമ്പ് കോവിഡ് മുക്തമായി പഴയതുപോലത്തെ ഒരു ജീവിതം ഈ ലോകത്തുണ്ടാകുമെന്ന് സങ്കല്പിക്കുവാൻ നിർവാഹമില്ല എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ നമുക്ക് വ്യക്തമാക്കുന്നത്. അപ്പോ കോവിഡിന്റെ വഴിക്കങ്ങനെ പോവാൻ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ രോഗങ്ങൾക്കൊന്നും കുറവില്ല, അതിന്റെ ശരാശരികൾക്കും റേറ്റുകൾക്കൊന്നും വലിയ കുറവില്ല. അതൊക്കെ അതിന്റെ വഴിക്കങ്ങനെ പോകുന്നുണ്ട്. ഏതൊക്കെ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും കുറവുണ്ട് എന്ന് പറയുന്നുണ്ടോ അതിന്റെ കാരണം പരിശോധനയിൽ വരുത്തിയ കുറവാണ്. കോവിഡിന്റെ പാട്ടിന് അങ്ങനെ പോകുന്നത്. കോവിഡിന്റെ കൂടെ ജീവിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, കോവിഡ് ഒരു വലിയ മാരകമായ രോഗമല്ല. കോവിഡ് രോഗത്തിന് കാരണമാകുന്ന ഈ വൈറസ്, കൊറോണ വൈറസ്, മാരകമായ ഒരു വൈറസും അല്ല. നമുക്കറിയാലോ, ഇപ്പൊ നമ്മൾ തൊട്ടടുത്ത ദിവസം നമ്മുടെ നാടിനെ നെട്ടിച്ചുകൊണ്ട് നിപ്പ വൈറസുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ വരുന്നല്ലോ. നിപ്പ രോഗം ഉണ്ടാക്കുന്ന ഒരു വൈറസാണ്, കോവിഡ് രോഗം ഉണ്ടാക്കുന്ന വൈറസാണ്. പക്ഷെ ഈ രണ്ട് വൈറസും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെങ്കിലും, നിപ്പ വൈറസ് അത് ഒരു മനുഷ്യനിൽ ബാധിച്ചു കഴിഞ്ഞാൽ മരിക്കല്ലാതെ അയാളുടെ മുമ്പിൽ വേറെ മാർഗമല്ല. അത് ഒരു മനുഷ്യനെ ബാധിച്ചു കഴിഞ്ഞാൽ മരണമല്ലാതെ ഓന്റെ മുമ്പിൽ വേറെ വഴികളില്ല. എന്നാൽ കോവിഡ് വൈറസ് അങ്ങനെപ്പം ഈ നിപ്പ വൈറസിന്റെ സ്വഭാവം എങ്ങാനും അല്ലാഹു തആല കോവിഡ് വൈറസിന് കൊടുത്തിരുന്നെങ്കിൽ, വല്ലാഹി ഞാൻ പറയട്ടെ, എന്റെ അമ്മാക്കും ബാപ്പാക്കും 9 മക്കൾ. ആ 9 മക്കളില് എന്റെ വീട്ടിലല്ലാതെ ബാക്കി 8 മക്കളുടെ വീട്ടിലും കോവിഡ് നന്നായിട്ട് ബാധിച്ചു. ദിവസങ്ങളോളം അവര് ആദ്യ സമയത്തായിരുന്നു ക്വാറന്റൈനും പരിപാടി, അങ്ങോട്ടും ഇങ്ങോട്ടും വീടൊക്കെ അടച്ചിട്ട് കൊച്ചു കുട്ടികൾ മുതൽ ആ കോവിഡ് രോഗത്തിന് അവർ വിധേയരായി. ഇപ്പൊ അവരൊക്കെ സാധാരണ ജീവിതത്തിൽ മനോഹരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു, ഈ നിപ്പ വൈറസിന്റെ സ്വഭാവമാണ് ഈ കോവിഡ് വൈറസിന് പടച്ചോൻ കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് എത്ര മനുഷ്യന്മാർ ജീവനോടെ ബാക്കിണ്ടാവും ആലോചിച്ചോണ്ടി. കാരണം ഏത് വീടിലാ കോവിഡ് കയറി ഇറങ്ങാത്ത? ആ കോവിഡ് കയറി ഇറങ്ങിയതുപോലെ ഈ നിപ്പ വൈറസ് അങ്ങ് കയറി ഇറങ്ങിയിരുന്നെങ്കിൽ എത്ര മനുഷ്യന്മാർ നമ്മുടെ നാട്ടിൽ ബാക്കിണ്ടാവും, നമ്മുടെ സംസ്ഥാനത്ത് ബാക്കിണ്ടാവും, നമ്മുടെ രാജ്യത്ത് ബാക്കിണ്ടാവും, ലോകത്ത് ബാക്കിണ്ടാവും. ഇത് എത്ര ദുർബലമായതല്ലേ? ഒരു കോവിഡ് വൈറസിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ച ആയുധം ഇതാണ്. ഇത് പറഞ്ഞാല് 100 റുപ്യക്ക് 100 എണ്ണം കിട്ടും. 1 റുപ്യന്റെ വില. 1 റുപ്യന്റെ ഒരു മാസ്ക് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പ്രതിരോധിക്കാവുന്ന ഒരു നിസ്സാര രോഗം. ഒരു സോപ്പിന്റെ കുമിളങ്ങനെ പതപ്പിച്ചിട്ട് ഒരു തുള്ളി ഇങ്ങനെ നിലത്തേക്ക് വീഴ്ത്തിയാൽ ആ സോപ്പ് കുമിളന്റെ ഉള്ളിൽപ്പെട്ട് ലക്ഷക്കണക്കിന് കോവിഡ് വൈറസ് നശിക്കും. അത്രേ
സോപ്പ് ഇങ്ങനെ പതപ്പിച്ചിട്ടേ ആ സോപ്പിന്റെ ഒരു പദം ഇങ്ങനെ നമ്മൾ നിലത്തേക്ക് കുത്തിച്ചാല് ആ ഉറ്റുന്നിടത്ത് ലക്ഷക്കണക്കിന് കോവിഡ് വൈറസ് ഉണ്ടെങ്കിൽ ഈ സോപ്പ് കുമ്പളെ താങ്ങാൻ കഴിയാതെ ആ കോവിഡ് വൈറസ് നശിച്ചു പോകുന്നതാണ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത്. അത്ര ദുർബലമായ ഒരു വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണ് ഈ കോവിഡ് രോഗം. അപ്പോ കോവിഡ് രോഗം മനുഷ്യനെ ആകപ്പാടെ ഉലച്ചു കളഞ്ഞത് കോവിഡ് രോഗത്തിന്റെ വലിയ ശക്തി കൊണ്ടോ തീവ്രത കൊണ്ടോ അല്ല, പിന്നെ മനുഷ്യന്റെ ദുർബലത കൊണ്ടാണ്. എങ്ങനെ? കോവിഡ് രോഗത്തിന്റെ ഭീകരത കൊണ്ടോ അതിന്റെ വലുപ്പം കൊണ്ടോ അല്ല കോവിഡ് രോഗത്തെ വർപ്പിച്ചത്. അത്ര ചെറിയ ഒരു വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള ശേഷി പോലും ഇല്ലാത്ത വളരെ ദുർബലരാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് ഈ രോഗം മനുഷ്യനെ ഇത്രയേറെ വലച്ചു കളഞ്ഞത്. എന്തായിരുന്നാലും മനുഷ്യന്റെ ദൗർബല്യവും അവന്റെ നിസ്സഹായാവസ്ഥയും അവന്റെ കഴിവുകളും ഒക്കെ മനുഷ്യന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്തു സ്വന്തം തന്നെ. നമ്മളൊക്കെ വിചാരിച്ചിരുന്നു എന്തൊക്കെയോ ഭയങ്കര സംവിധാനം നമ്മളെടുത്തൊക്കെ നമ്മളെ ഗവൺമെന്റ് കിടക്കെടുത്ത് പറയും നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വളരെ മികച്ചതാണ്, എന്ത് പ്രശ്നം ഉണ്ടായാലും ആരും പേടിക്കണ്ട, ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്യും. എന്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, എന്ത് സംവിധാനം എടുക്കുന്നത്? ഒന്നുമില്ല. വരുന്നത് സഹിക്കല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് യാതൊന്നും നമ്മുടെ കൈവശമില്ല. അമേരിക്കന്റെ അടുത്തുമില്ല, ചൈനയുടെ അടുത്തുമില്ല, കൊറിയന്റെ അടുത്തുമില്ല, ജപ്പാന്റെ അടുത്തുമില്ല, ആരെടുത്തുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത് ഈ മഹാമാരി. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പോലെ യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, ഒക്കെ അല്ലാഹുവിന്റെ അടുത്ത് എല്ലാം വെറും ഫക്കീറന്മാരാണ്, ഒരു സാധനമല്ല. അതുകൊണ്ട് കരുതിക്കോളി, സൂക്ഷിച്ചോളി, നന്നായി ജീവിച്ചോളി. അഹങ്കാരത്തിന്റെ കൊടുമുടിയിലേക്ക് കയറി പോണ്ട. അവരവന്റെ കഴിവുകളൊക്കെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനോട് അടുത്ത് നിന്നുകൊണ്ട് ജീവിക്കോളി. അതല്ലാതെ യാതൊന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് ഓരോ ദിവസവും ലോകത്ത് സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളും സാഹചര്യങ്ങളും, കൂട്ടത്തിൽ കോവിഡ് രോഗവും. ഈ കോവിഡ് രോഗം കൊണ്ട് ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചില ലാഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില കമ്പനികളൊക്കെ കോവിഡ് കാലത്ത് കത്തിപ്പൊന്തി. നമ്മുടെ അംബാനിയൊക്കെ കോവിഡ് കാലത്ത് മൂന്ന് ഇരട്ടിയിലേറെ ലാഭം ഉണ്ടാക്കി എന്ന് പറയും. ചില വ്യവസായികളൊക്കെ നമ്മുടെ നാട്ടില് ഈ വൈഫൈ സംവിധാനം കിട്ടണമെങ്കിൽ ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ മാത്രമേ വൈഫൈ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വലിയ ഓഫീസുകളിലെ വൈഫൈ സംവിധാനമുണ്ട്. ഇന്ന് എന്റെ വീട്ടിലുണ്ട്, എന്റെ തൊട്ടടുത്ത വീട്ടിലുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, ചുങ്കത്തറയില് ഈ വൈഫൈ കൊടുക്കുന്ന ആളുകളോട് ഞാൻ ചോദിച്ചു, ഈ കോവിഡിന് മുമ്പ് എത്ര വീടുകളിൽ നിങ്ങൾ വൈഫൈ കൊടുത്തിരുന്നു? അപ്പൊ വീട്ടിലൊന്നും കൊടുത്തിട്ടില്ല, ചില ഓഫീസിൽ കൊടുത്തിരുന്നു. ഇപ്പൊ ഏകദേശം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയില്ല, അല്ലെങ്കിൽ TV കണക്ഷൻ ഉള്ള ഏകദേശം എല്ലാ വീട്ടിലും കേബിൾ ഇങ്ങനെ വരുന്നതിന്റെ കൂടെ രണ്ടാമത്തെ ഒരു കറുത്ത വയറും കൂടി ഉണ്ടാവും. വൈഫൈ ആണ്. എത്ര കണക്ഷനായി ഓരോ നാടുകളിൽ. അപ്പൊ ഓരോ രംഗത്തും ചില ആളുകൾക്ക് കോവിഡ് വലിയ നേട്ടം ഉണ്ടാക്കി കൊടുത്തു, വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി. ചില മൾട്ടിനാഷണൽ കമ്പനിയൊക്കെ കോവിഡ് കാലത്ത് കണക്കാക്കാനാവാത്ത ലാഭങ്ങളാണ് നേടിയത്. എന്നാൽ ചില കമ്പനികളൊക്കെ പൊളിഞ്ഞ് പാളീസായി ഇല്ലാതായി. കോവിഡ് ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു വിഭാഗമാണ് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഭാഗം. പ്രത്യേകിച്ച് നമ്മുടെ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട വിശ്വാസികളുടെ ജീവിതത്തെ കോവിഡ് രോഗം വല്ലാതെ ബാധിച്ചു. കാരണം അപ്പൊ എല്ലാ മതങ്ങളെയും ബാധിക്കൂലേ? അതേപോലെയല്ല ഇസ്ലാം മത വിശ്വാസത്തെ അല്ല. എല്ലാ മതങ്ങളിൽ നിന്നും ഇസ്ലാം മത വിശ്വാസത്തിന്റെ ഒരു പ്രത്യേകത, മറ്റുള്ള മതങ്ങളുടെ ആരാധനകളും കർമ്മങ്ങളും ഒക്കെ അത് എപ്പോഴെങ്കിലൊക്കെ നടന്നാൽ മതി. ആഴ്ചയിലോ മാസത്തിലോ കൊല്ലത്തിലോ ഒക്കെ പ്രത്യേകമായ സ്ഥലങ്ങളിലോ സാഹചര്യങ്ങളിലോ ഒക്കെ നടക്കേണ്ടതാ. അതിങ്ങനെ ആ സമയത്തിന് നടക്കും, അല്ലെങ്കിൽ വിർച്വലായിട്ടെങ്കിലും നടക്കും. എന്നാൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ അങ്ങനെയല്ലല്ലോ. അത് 24 മണിക്കൂറും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു മതം. എല്ലാ സമയത്തും അതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ കോവിഡ് മഹാമാരി മൂലം ഈ കാര്യങ്ങളൊക്കെ നിശ്ചലമായപ്പോ അത് രണ്ടാമത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ഇത് അധ്വാനിക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ഫാക്ടറി, ആ ഫാക്ടറി കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമേ പ്രവർത്തിക്കാറുള്ളൂ, ബാക്കി 11 മാസം അടച്ചിടാറാണ്. ഇപ്പൊ കോവിഡ് കൊണ്ട് ഒരു കൊല്ലം അടച്ചിട്ടാലും ആ ഫാക്ടറിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ പറയുക, അത് സാധാരണ 11 മാസം അടച്ചിട്ടതാണ്, ഇനിയൊന്ന് സ്റ്റാർട്ടാക്കിയാൽ മതി. എന്നാൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു മെഷീൻ അത് ഒരു കൊല്ലക്കാലം അടച്ചിട്ടാലേ പിന്നെ വന്ന് തുറന്നു നോക്കുമ്പോ അത് പ്രവർത്തിക്കൂല. ആകെ തുരുമ്പെടുത്ത് നാശായി ആകെ കേൾക്കുന്നുണ്ടാവും. രണ്ടാമത് ഒന്നുകൂടി അത് ഇൻസ്റ്റാൾ ചെയ്തെങ്കിലേ അത് വീണ്ടും പ്രവർത്തിക്കുള്ളൂ. അതേപോലെ ഇസ്ലാമിന്റെ കാര്യം
മറ്റുള്ള മതങ്ങൾക്കൊക്കെ കൊല്ലത്തിലും മാസത്തിലൊക്കെ വല്ല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്താൽ മതി. നമുക്ക് അങ്ങനെയല്ലല്ലോ. ഒരു ദിവസത്തിൽ 5 നേരം പള്ളിന്റെ മിഹ്റാബിന്ന് ബാങ്ക് കൊടുത്ത് ആൾക്കാരൊക്കെ പള്ളിയിലെത്തി ഒന്നിച്ചുകൂടി നിസ്കരിച്ച് അങ്ങനെ അതിന്റെ കർമ്മങ്ങൾ സജീവമാണ്. അത് നിശ്ചലമായപ്പോ ഇപ്പൊ ബാങ്ക് കൊടുത്താൽ പള്ളിയിലേക്ക് വരാൻ ആൾക്കാർക്ക് മടിയല്ല. പള്ളിക്ക് പോകേണ്ടതില്ല എന്ന് പോലെ മനസ്സിലൊരു തോന്നലുണ്ടെങ്കിൽ മടിയൊന്നല്ല. അത് നമ്മൾ പോകേണ്ടതില്ല. അത് ജുമാക്ക് നമ്മൾ പോകേണ്ടതില്ല, ജമാഅത്തിന് നമ്മൾ പോകേണ്ടതില്ല. കുട്ടികളൊന്നും തീരെ പോണ്ട, സ്ത്രീകളൊന്നും തീരെ പോണ്ട. അങ്ങനെ ജമാഅത്തായിട്ട് നിസ്കരിക്കേണ്ട, മനുഷ്യ വീട്ടിൽ പോകണ്ട, മയ്യത്ത് നിസ്കരിക്കാൻ പോകണ്ട, രോഗിയെ സന്ദർശിക്കാൻ പോകണ്ട. അതൊന്നും ആവശ്യമല്ല. അങ്ങനെ അതൊന്നും വേണ്ട എന്ന ഒരു തോന്നല് ആളുകളുടെ മനസ്സിൽ ഉണ്ടാക്കിയേക്കുക. ഇപ്പൊ നമ്മൾ 1-ാം തീയതി മുതൽ 2ാമത് പണി തുടങ്ങിയ ജനങ്ങളെ ബാങ്ക് കേട്ടാൽ പള്ളിയിലേക്ക് വരാൻ നിർബന്ധമാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് 2ാമത് വയലു പറയേണ്ട ഒരു അവസ്ഥ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രദേശത്ത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു ക്യാമ്പ് വിളിച്ചു കൂട്ടാൻ ധൈര്യം കാണിച്ച മഹല്ല് കമ്മിറ്റി, അതൊക്കെ ധൈര്യം അപ്പത്തെ കാലത്ത് നമ്മളിങ്ങനെ വിളിക്കാൻ നേരത്തെ വെറുതെ ആൾക്കാർ വരെ മാണോ? ഇപ്പൊ അത് പ്രശ്നമാവൂലേ? ബുദ്ധിമുട്ടാവൂലേ? മാണോ? നാട്ടിനെക്കാട്ടും വലിയ കൂടെ കല്യാണം തക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് പ്രശ്നമല്ല. പക്ഷെ അവര് പരിപാടി വിളിച്ചാൽ നെഗറ്റീവ് അഭിപ്രായം കുറേ വരും. ആ നെഗറ്റീവുകളെയൊക്കെ മറികടന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ച കീഴുപറമ്പ് മഹല്ല് സമിതിയെ തീർച്ചയായും നമുക്ക് അഭിനന്ദിക്കണം. ഇവിടുത്തെ കേന്ദ്രത്തിനെ അഭിനന്ദിക്കണം. 2, ഇങ്ങനെ വിളിച്ചാൽ വരാൻ ആളുകളുണ്ട്. ഇങ്ങനെ വിളിച്ചേ അതൊന്നും പോകണ്ട, അവിടെയൊക്കെ കോവിഡ് ഒത്തിട്ടുണ്ടാവും, പോണ്ട. ആ പേടി മറികടന്ന് കോവിഡ് രോഗത്തെ പ്രതിരോധിക്കാൻ ആവശ്യമായ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ഒത്തുകൂടിയ ഈ മഹല്ല് നിവാസികളുണ്ടല്ലോ, ഈ കുടുംബാംഗങ്ങൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. നിങ്ങൾ വെറുതെ ഇരുന്നിട്ടില്ല. ഇവിടെ പള്ളി നടക്കുന്നുണ്ട്, മദ്രസ കാര്യക്ഷമമായി നടക്കുന്നുണ്ട്, ദഅ്വാ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നുണ്ട്, KMM, MSM, MGM ഒക്കെ സജീവമായ കളത്തിലുണ്ട് എന്നതിന്റെ അടയാളമാണ് ഒരുമിച്ചുകൂടെ. അത് നിരക്കാൻ പാടില്ല, അത് നിരക്കരുത്. ഇനിയും ശക്തമാവണം. നമ്മൾ നിലച്ചു പോയാൽ ആ ഭാഗത്തേക്ക് കയറി വരിക അപകടകരമായ ചില ചിന്തകളാണ്. ഈ കൗൺസിലിംഗിന് എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾ കുട്ടികളെ കൊണ്ട് വരാറുണ്ട്. അപ്പൊ ഈ പണ്ടൊക്കെ ഈ കോവിഡിന് മുമ്പ് പെൺകുട്ടികളെ കൊണ്ടുവരുമ്പോ അവരുടെ പ്രധാന പ്രശ്നം വരുമ്പോഴേ അറിയാം, ഒന്നുകിൽ പ്രണയക്കാരം, ഏതെങ്കിലും വലയിലേക്ക് കുടുങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മാതാപിതാക്കളോട് രൂക്ഷമായി ദേഷ്യത്തോടു കൂടിയൊക്കെ പെരുമാറുന്ന കുട്ടികൾ, ഓളെ സ്വഭാവം ചെയ്ത് അമ്മാനെ ചീത്തറിയാം, അമ്മാനെ ചീത്തറിയാം, ആര് പറയാതെ കേൾക്കൂല, അങ്ങനത്തെ കുട്ടികളൊക്കെ വരാറുണ്ട്. ആൺകുട്ടികളാണെങ്കിൽ ഒന്നുകിൽ മൊബൈൽ ഫോണിന് അമിതമായിട്ട് അടിമയായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലഹരിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടാവും, അല്ലെങ്കിൽ ചീത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിട്ട് വരിക. ഇപ്പോ ഈ കോവിഡ് കാലത്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന കുട്ടികളിൽ കണ്ടുവരുന്ന മറ്റൊരു സവിശേഷത എന്താ? നല്ല 5 വക്ത് നിസ്കരിച്ചിരുന്ന കുട്ടിയാണ്. ഇപ്പൊ നിസ്കാരം നിർത്തി എന്നല്ല, നിസ്കരിക്കാൻ പറഞ്ഞാൽ ഉമ്മാനോട് ദേഷ്യപ്പെടും. എന്താ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? നിസ്കാരം നിർത്തി. ദീനിനോട് ബന്ധമില്ല, താല്പര്യമില്ല, ഒരു തരം നിരീശ്വരവാദം മനസ്സിൽ വളർന്നു വന്നിക്കുക. എന്ത് പറഞ്ഞാലും അതിനെ ചോദ്യം ചെയ്യുക, എന്ത് പറഞ്ഞാലും തർക്കിക്കുക. അത് അംഗീകരിക്കൂല, സ്വീകരിക്കൂല. ഒരു നിരീശ്വരവാദം മനസ്സിൽ കുടിയേറിയേക്കുക. പ്രത്യേകിച്ച് ഡിഗ്രി തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികളെയാണ് ഈ ചിന്തകൾ വളരെയേറെ ബാധിച്ചത്. ഇസ്ലാമികമായ കാര്യങ്ങളോട് താല്പര്യമില്ലാത്തൊരവസ്ഥ, മതപരമായ കാര്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥ, അങ്ങനെ കല്യാണ കാര്യത്തിൽ പോലും കല്യാണത്തിലൊന്നും വല്ല പ്രസക്തി ഇല്ല, ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഇഷ്ടമത്ര ഒന്നിച്ച് ജീവിക്കുക, മടുക്കുമ്പോ പിരിഞ്ഞു പോരുക. അല്ലാതെ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ പീഡനങ്ങളും കുടുംബ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എന്തിനാ ജീവിതത്തെ വെറുതെ കെട്ടിരുന്നത് എന്നൊക്കെ ചോദിക്കുന്ന, പണ്ടങ്ങനെ ചോദിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഇടക്കാലത്ത് ഇല്ലാതിരുന്നു. ഇപ്പൊ ആ ചോദ്യങ്ങൾ വീണ്ടും തിരിച്ചു വന്നിക്കുക. എന്താ കാരണം അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുവേ, ഉപകാരപ്രദമായ അറിവ് ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഉപകാരപ്രദമല്ലാത്ത അറിവിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ശ്രദ്ധിക്കണം, പ്രാർത്ഥനയിൽ 2 ഭാഗങ്ങൾ. റസൂലുള്ളാഹി പറയുന്നു, നിങ്ങൾ അല്ലാഹുവോട് ചോദിക്കണം, ഇൽമൻ നാഫിഅൻ, ഉപകാരപ്രദമായ അറിവ് അല്ലാഹുവോട് ചോദിക്കണം. വതഅവ്വദു ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവോട് അഭയം തേടണം, രക്ഷ തേടണം. എന്തിൽ നിന്ന്? ഉപകാരപ്രദമല്ലാത്ത ഒരു അറിവുണ്ട്, ആ അറിവിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവോട് രക്ഷ തേടണം. റസൂലുള്ളാഹി 5 നേരത്തെ നിസ്കാരത്തിന് ശേഷവും
അള്ളാഹുവോട് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകളിൽ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥന 4 കാര്യങ്ങളിൽ നിന്ന് പ്രവാചകൻ അള്ളാഹുവിനോട് അഭയം തേടിയ 4 കാര്യങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ദിവസത്തിലും അള്ളാഹുവിനോട് അഭയം തേടാറുണ്ടായിരുന്നു. അള്ളാഹുവേ, ഈ 4 വിപത്തുകളിൽ നിന്ന് എന്നെ നീ കാത്തുരക്ഷിക്കണേ. ആ 4-ൽ ഒന്നായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാനിതാ അഭയം തേടുന്നു. എന്തിൽ നിന്ന്? ഉപകാരപ്രദമല്ലാത്ത അറിവിൽ നിന്ന്. അതെന്താ ഉപകാരപ്രദമായ അറിവും ഉപകാരപ്രദമല്ലാത്ത അറിവും? ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് ഉപകാരപ്രദമായ അറിവ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അള്ളാഹു അനുവദിച്ച രൂപത്തിൽ ജീവിക്കുവാനുള്ള ജീവിത മാർഗം ഉണ്ടാവുകയും അതോടൊപ്പം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കാനുള്ള വഴി ഉണ്ടാവുകയും ചെയ്യുക. അതിനുള്ള അറിവാണ് ഉപകാരപ്രദമായ അറിവ്. അത് മതപരമായ അറിവാവാം, ഭൗതികമായ അറിവാവാം, എന്തോ ആവാം. ഹലാലായിട്ട് ഈ ലോകത്ത് ജീവിക്കണം, അള്ളാഹനെ ആരാധിച്ച് ജീവിക്കണം, അതിനുള്ള വിവരം ഉണ്ടാവുക. അതാണ് ഉപകാരപ്രദമായ അറിവ്. ഉപകാരപ്രദമല്ലാത്ത അറിവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് രണ്ടിനും എതിരാവും. ഒന്ന്, ഈ ലോകത്തെ ജീവിതം ഹലാലാവാതിരിക്കാൻ എന്തൊക്കെ തോന്നിയാസുണ്ടോ, കാണാനും കേൾക്കാനും ചെയ്യാനും തിന്നാനും പറയാനും പോകാനും വരാനും എന്തൊക്കെ വേണ്ടാത്തതുണ്ടോ അതിനെ പറ്റിയുള്ള അറിവ് വരാതെ കിട്ടുക. അതോടൊപ്പം അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കേണ്ട അറിവിന് പകരം അള്ളാഹുവിൽ നിന്ന് അകറ്റിക്കളയുന്ന വേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് കിട്ടുക. അള്ളാഹുവേ, ഈ ദുരന്തത്തിൽ നിന്ന് നീ എന്നെ കാത്തു രക്ഷിക്കണേന്ന് പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ പോലും കണ്ടിട്ടില്ലാത്ത അള്ളാഹുവിന്റെ ഹബീബ് പ്രാർത്ഥിച്ചു. വിദ്യാർത്ഥിയായി ഒരു സ്കൂളിൽ കോളേജിൽ പോയിട്ടില്ലല്ലോ, ഒരു ഡിഗ്രിക്ക് പോയി PG പോയില്ലോ. ആ റസൂൽ പ്രാർത്ഥിക്കാണ് അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅ, അല്ലാഹുവേ ഉപകാരപ്രദമായ അറിവ് നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ അതോടൊപ്പം തന്നെ നിന്നോട് ഞങ്ങൾ അഭയം തേടുന്നു. മിൻ ഇൽമിൻ ലാ യൻഫ, അല്ലാഹുവേ ഉപകാരമില്ലാത്ത അറിവ്. കോവിഡ് കാലത്തെ ഉപകാരപ്രദമായ അറിവിന്റെ വാതിലുകൾ അടഞ്ഞ്, ഉപകാരപ്രദമായ അറിവിന്റെ വാതിൽ അടഞ്ഞ് പള്ളികളില്ല, ജുമുഅകളില്ല, ഖുതുബകളില്ല, മതപ്രഭാഷണങ്ങളില്ല, ക്ലാസുകളില്ല, ദഅവത്തുകളില്ല, പറഞ്ഞു കൊടുക്കലില്ല, ഉപദേശമില്ല, എല്ലാ വാതിലുകളും അടഞ്ഞ്. എന്നിട്ടോ തുറന്ന വാതിലുകളൊക്കെയും വേണ്ടാത്തരത്തിന്റെയും വൃത്തികേടിന്റെയും തോന്നിവാസത്തിന്റെയും വാതിലുകൾ മലർക്ക തുറന്ന് മദ്രസയിലെ റിലേറ്റീവിയുടെ യൂട്യൂബ് ക്ലാസ് കേൾക്കാൻ വേണ്ടി ബാപ്പാന്റെ മൊബൈൽ ഫോൺ വാങ്ങിയ കുട്ടി, ചെറിയ കുട്ടി, 3ാം ക്ലാസ്സിലെ കുട്ടി, ആ കുട്ടി റിലേറ്റീവിയുടെ 3ാം ക്ലാസ്സിലെ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഈ ചാനൽ കിട്ടാൻ വേണ്ടി ബാപ്പാന്റെ ഫോൺ വാങ്ങിയിട്ടേ കുട്ടിന്റെ ഞാൻ പേടിച്ച് വരച്ച് ഫോൺ ആയിട്ട് ബാപ്പാനെ ഒരു ബാപ്പ നോക്കാൻ ഇതിൽ ഞാൻ തുറന്നപ്പോ വേറെ എന്തോ ആണ് വന്നത്. അതായത് ഈ മദ്രസ ക്ലാസിന്റെ ആ ലിങ്കിന്റെ തൊട്ട് താഴെ മൊബൈലിൽ വന്നു കിടക്കുന്നത് ഏതോ വൃത്തികെട്ട ഒരു കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു വൃത്തികേടിന്റെ ലിങ്കാണ്. ആ കുട്ടിയുടെ വിരല് മേലത്തെ ലിങ്കിന് പകരം താഴത്തെ ലിങ്കിൽ പോയി തട്ടിയപ്പോ അവന്റെ മുമ്പിൽ തുറന്നത് വൃത്തികേടിന്റെ പെരുമഴയാണ്. കുട്ടി പേടിച്ചിട്ട് വാപ്പാന്റെ എത്തി. 3ാം ക്ലാസ്സിലെ കുട്ടിയെന്താ പേടിച്ച്? ഒരു 8ാം ക്ലാസ്സിലെ കുട്ടിയാണെങ്കിൽ പേടിച്ചില്ലേനി എന്തോ നോക്കട്ടെ എന്ന് വിചാരിക്കും. പിറ്റേന്ന് റിലേറ്റീവിന്റെ ആ ലിങ്ക് കണ്ടാൽ തന്നെ താഴത്തെ ലിങ്കിൽ ഓൻ അറിയാതെ ഒന്ന് തൊട്ടുപോകും. ആജാതി തൊടലാണ് നമ്മുടെ മുമ്പിൽ തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ലേ, പറയാനാളില്ലല്ലോ. പണ്ടൊക്കെ നമ്മളെ കുട്ടി 1 മണിക്കൂർ മൊബൈൽ ഫോൺ കൈ പിടിച്ച് അമ്മ ചീത്ത വെച്ച് പോകാവുന്നത്, എപ്പോഴും ഫോൺ കണ്ടിരിക്കുക, വേറെ പണികൾക്ക് വാപ്പ കണ്ട് വരട്ടെ ചീത്ത പറയും. ഇപ്പോ ഓന്റെ കയ്യിൽ മൊബൈൽ ഫോൺ 24 മണിക്കൂറും കൊടുക്കേണ്ട ദുരവസ്ഥ നമുക്കുണ്ടായി. പണ്ട് നമ്മുടെ കുട്ടിന്റെ നമ്മളെ മുമ്പിൽ ഇരുത്തിയിട്ടാണ് മൊബൈൽ നോക്കി ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഓരോന്റെ റൂമിലാണ്, അവരവരുടെ റൂമിലാണ് വാതിലടച്ച് കുറ്റിയിട്ട് കട്ടിലിൽ കമിഴ്ന്ന് കിടന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പാതിരാത്രി വരെ മൊബൈൽ ഫോണിന്റെ ലോകത്തേക്ക് നമ്മുടെ കുട്ടികൾ മാറ്റപ്പെട്ടപ്പോ അരുതെന്ന് പറയാൻ, വേണ്ട എന്ന് പറയാൻ, വേണ്ടാത്തതാണ് എന്ന് പറയാൻ, ചീത്തയാണ് എന്ന് പറയാൻ അവരുടെ കൂടെ ആരുമില്ല. പറഞ്ഞു കൊടുക്കാനാണില്ല. മാസ്റ്റില്ല, മാസ്റ്റ് എവിടെയാണ്? ബാപ്പിയില്ല, ഓരെവിടെയാണ്? നല്ല കൂട്ടുകാരില്ല, ആരില്ല. പിന്നെ ആകേണ്ടത് എന്താ? കഴുകൻ കണ്ണുകളുമായി നമ്മുടെ കുട്ടികളെ കൊത്തിവലിക്കാൻ കാത്തിരിക്കുന്ന ദുഷ്ടന്മാർ അതിശക്തമായ സാങ്കേതിക മാർഗങ്ങൾ ഉപയോഗിച്ച്
പിടിച്ച് നമ്മുടെ മക്കളെ കൊത്തിവലിക്കാൻ കാത്തിരിക്കുക. ആ കുട്ടികൾക്ക് ആവശ്യമായ ഇഷ്ടപ്പെട്ട അവർ ആഗ്രഹിക്കുന്ന അവരുടെ മനസ്സ് കൊതിക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ ഓല കയ്യിൽ റെഡിയ. എന്തൊക്കെ ഉണ്ടോ അതൊക്കെ റെഡിയ. നമ്മുടെ കുട്ടികൾ മറ്റേ ഒരു ബ്ലോഗർമാരെ പിടിച്ചല്ലോ പോലീസ്, ആകെ പ്രശ്നമില്ലേ? അവരെ പിടിച്ചപ്പോഴാണല്ലോ നമ്മൾ അവരെ ശ്രദ്ധിച്ചത്. അപ്പോഴാണ് അവരുടെ ബ്ലോഗുകൾ നമ്മളൊന്ന് നോക്കിയത്. അതിന്റെ ഓരോന്നിന്റെ വ്യൂവേഴ്സ് ലക്ഷങ്ങളാണ്, ലക്ഷക്കണക്കിന് ആൾക്കാരെ കാണണേ. എന്നാ എന്താ ഈ കാണുന്ന വല്ല കഥയുണ്ടോ? അതൊന്ന് തുറന്നു നോക്കുമ്പോ മഹാഭാസത്തരം, വൃത്തികേട്, വളരെ മോശം. പക്ഷേ ആ മോശപ്പെട്ട ബഹളങ്ങളും ശബ്ദങ്ങളും ഒക്കെ നമ്മുടെ വീട്ടില് മര്യാദക്കാരായ നമ്മുടെ മക്കളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് എത്ര അത്ഭുതത്തോടു കൂടിയാണ്, ഭയപ്പാടോടു കൂടിയാണ് നമ്മൾ അറിഞ്ഞതില്ലേ? വല്ലാത്തൊരു കാലത്തങ്ങൾ മനുഷ്യന്മാരുടെ കയ്യിലൊന്നും പൈസ ഇല്ലല്ലോ, പണിയില്ല, പൈസ ഇല്ല. പക്ഷെ ഈ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ പിടിച്ചെടുത്ത മയക്കുമരുന്നിന്റെ അളവത്ര. അപ്പൊ എന്റെ നാട്ടിൽ നിലമ്പൂരടുത്ത് ആ പൂക്കോട്ടുപാടത്തിന്റെ ഇപ്പുറത്ത് കൂട്ടമ്പാറ എന്ന പ്രദേശത്ത് കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തത് 150 കിലോ കഞ്ചാവും അതിനേക്കാൾ വില കൂടി ആശിഷുമാണ്. ഇത് മറ്റേ ബോംബെ, ബാംഗ്ലൂര്, മെട്രോപൊളിറ്റൻ സിറ്റി ഒന്നല്ല കൂട്ടമ്പാറ എന്ന് പറഞ്ഞാൽ. കൂലിപ്പണിക്കാരായ ആൾക്കാർ പാർക്കുന്ന ഒരു ചെറിയ കുഗ്രാമാണ് കുട്ടമ്പാറ. അവിടെ വെച്ചാണ് ഈ ഒരു വലിയ മെട്രോ നഗരത്തിൽ പോലും വിൽക്കപ്പെടാത്ത അത്രയും സാധനങ്ങൾ പിടിച്ചത്. ഇത് വിറ്റോന്റെ ജാതി നോക്കിയിട്ട് ആ മതക്കാര് നമ്മളെ മതക്കാരായ ചെറുപ്പക്കാരെ നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വിൽക്കുന്നത് നമ്മ പോലെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. ആര് വിറ്റാലല്ല, ഇത് വാങ്ങുന്നവരാണ് അത്ര പ്രശ്നം. ഇത് ഒപ്പം ആകെ പ്രശ്നം എന്താ വെച്ചാല് തെറ്റ് ചെയ്യുന്നവന്റെ മതം നോക്കിയിട്ട് ഓനെ വർഗീകരിക്കുക, ഓനെ വേറെ ഗ്രൂപ്പാക്കുക. കൂട്ടരെ തെറ്റിനെന്ത് മതം, തെറ്റുകൾക്കെന്ത് മതം, അതിനെന്ത് ജാതി? അത് മനുഷ്യന്റെ മനസ്സിന്റെ വൃത്തികേടിന്റെ അനന്തരഫലല്ലേ? അത് ചെയ്തോന്റെ ജാതി നമ്മൾ നോക്കിയിട്ടെന്താ കാര്യം? അത് ചെയ്തോന്റെ മതം നോക്കിയിട്ടെന്താ കാര്യം? ആ മതവും ഇവന്റെ തെറ്റും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധമല്ല. ഓരങ്ങനെ പറഞ്ഞില്ലേ, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പറയാം. എന്നിട്ട് നമ്മളെ പറ്റി ആരോ പറഞ്ഞു, അതിന്റെ പകരം അതേ നാണയത്തിലോ അതിനൊക്കെ ആ മതക്കാരൻ ഇങ്ങനെ ചെയ്തു, ആ മതക്കാരൻ ചെയ്തു, ഇവിടെ തട്ടിക്കൊണ്ടേ, ആ മതക്കാരൻ ഇവിടെ കഞ്ചാവ് വിറ്റു, ആ മതക്കാരൻ. ഇത് നമ്മളെ സംസ്കാരം കേട്ടോ, ഇത് നമ്മളെ സംസ്കാരമല്ല. ലോകത്ത് ഈ ലോകത്തിന് ശരിക്ക് ഖുർആൻ മനസ്സിലാക്കിയാലേ ലോകം ഖുർആന്റെ ചോട്ടിൽ നമിച്ചു നിൽക്കും. നിങ്ങളോട് എല്ലാവരും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്താൽ തോന്നിയാസം കാട്ടിയാല് അതേ നാണയത്തിൽ നിങ്ങൾ തിരിച്ചടിക്കാൻ പാടില്ല. ഏറ്റവും നല്ലത് കൊണ്ടേ നിങ്ങൾ പ്രതിരോധിക്കാവൂ. ഇങ്ങോട്ട് ആരെങ്കിലും പറഞ്ഞു ചെയ്തു, ഞാൻ സമയം ഉണ്ടെങ്കിൽ ആ വിഷയം പിന്നീട് പറയാം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡ് കാലത്ത് നമുക്ക് കുറെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നഷ്ടങ്ങളുടെ കാരണം ഞാൻ പറഞ്ഞേ, ഒരു മനുഷ്യനെ സംസ്കരിക്കേണ്ട ഉപകാരപ്രദമായ അറിവുകൾ നിശ്ചലമാവുകയും മനുഷ്യനെ നശിപ്പിക്കേണ്ട വൃത്തികെട്ട അറിവുകളുടെ മഹാപ്രവാഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇല്ല എന്ന് പറയേണ്ട, നമ്മൾ അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ മക്കളും പുതിയ തലമുറയും ഒക്കെ അറിഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇനി ഇതൊക്കെ തുറക്കട്ടെ, സ്കൂളും കോളേജൊക്കെ തുറന്ന് നമ്മുടെ നാടൊക്കെ പഴയതുപോലെ ആളുകളുടെ സഞ്ചാരം അതങ്ങനെ സാധ്യമാകുമ്പോഴാണ് നമ്മുടെ നാട് എത്രമേൽ കേട് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റില്ല, ഇപ്പൊ കണിയറയില്ല. ഇതൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് സത്യത്തിൽ കോവിഡ് രോഗം തൊണ്ടയെയോ മൂക്കിനെയോ ശ്വാസകോശത്തെയോ അല്ല ബാധിച്ചത്. അത് ഏറ്റവും ഏറെ ബാധിച്ചത് മനുഷ്യന്റെ സംസ്കാരത്തെയും ആചാരത്തെയും സദാചാരത്തെയും വിശ്വാസത്തെയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോണേ ഉള്ളൂ. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് ഒരു മാറ്റം, വളരെ പെട്ടെന്ന് നമ്മുടെ പഴയ ആ ധാർമ്മിക അവസ്ഥയിലേക്കുള്ള മാറ്റം ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ സജീവമായ ചില പ്രവർത്തനങ്ങൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളെയും നമ്മുടെ പെൺമക്കളെയും നമ്മുടെ യുവാക്കളെയും നമ്മുടെ വീട്ടമ്മമാരെയും നമ്മുടെ എല്ലാവരെയും സജീവമായി ഈ രംഗത്തേക്ക് കൊണ്ടുവന്ന് അപകടങ്ങളെ കുറിച്ച് കൃത്യമായ ബോധം നൽകി കോവിഡ് മഹാരോഗത്തിന്റെ അനിശ്ചിതത്വം അവരിലുണ്ടാക്കിയ ആ ഒരു വല്ലാത്ത അവസ്ഥയുണ്ടല്ലോ, അത് നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അത് മാറ്റിയെടുക്കാൻ കേരള മദ്ഹബത്തുൽ മുജാഹിദീനും അതിന്റെ ഇതര പ്രസ്ഥാനങ്ങളും പോഷക സംഘടനകളും എത്രമാത്രം സജീവമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. കൂട്ടരെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നെഞ്ചത്ത് കൈവച്ച പറയട്ടെ, ഈ കോവിഡ് കാലത്ത് ഇസ്ലാഹി
പറഞ്ഞതുപോലെ മതപരമായ പ്രബോധന പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഒരു മതപ്രസ്ഥാനത്തിനും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും കോവിഡ് കാലത്തെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമത്തിലേക്ക് രാഷ്ട്രീയമായി പ്രവർത്തിക്കുന്നവര് അവര് ഗ്യാസുകുറ്റിന്റെ വിലയ്ക്കായിട്ട് ആ രംഗത്ത് സമരമായിട്ട് അങ്ങോട്ട് പോയിട്ടാണ്. ഇപ്പുറത്ത് ആത്മീയമായി പ്രവർത്തിക്കുന്നവര് കള്ള ഔലിയാക്കളെ എഴുന്നള്ളിച്ച് കള്ള കഥകൾ പറഞ്ഞ് എങ്ങനെ ആൾക്കാരെ കണ്ട് പൈസ എന്തൊക്കെയാണ് കള്ളക്കറാമത്തുണ്ടായത്. ആകാശത്ത് കൂടെ ഇങ്ങനെ പറക്കണ വിമാനം അപകടത്തിലായപ്പോ ഔലിയാനെ വിളിച്ചപ്പോ മുപ്പര് വന്ന് കയ്യിൽ കുറിച്ചാണ്ട് എയർപോർട്ടിൽ കൊണ്ടാണ് ഇറക്കിയെന്നാ പറഞ്ഞേ. കടലിൽ തിരമാലയിൽ മുങ്ങിപ്പോകുന്ന കപ്പല് അതിനെ വെള്ളമണ് പൊക്കി ഇപ്പുറത്ത് വെച്ചു എന്നാ പറഞ്ഞ്. മരിച്ച ആളെ ജീവിപ്പിച്ചതും പരീക്ഷയുടെ കുട്ടിക്ക് ഉത്തരം പറഞ്ഞു കൊടുത്തു. എന്തൊക്കെ കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. എന്തിനേറെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഉസ്താദെ അള്ളാന്റെ ശൂറ കമ്മിറ്റിയിൽ മെമ്പർ അത്രേ. അതുകൊണ്ട് ഈ ലോകത്ത് എന്ത് കാര്യം അള്ളാഹു നടക്കണമെങ്കിലും അത് AP ഉസ്താദിനോട് ചോദിച്ചിട്ട് ഈ ലോകത്ത് നടപ്പാക്കുള്ളൂ. കാരണം അള്ളാന്റെ ശൂറ കമ്മിറ്റിയിൽ മൂപ്പരെ മെമ്പർ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പച്ച കളവുകള് നിർബാധം പറഞ്ഞു വിടുക. ഈ പറഞ്ഞു വിടുന്ന കളവുകൾ അപ്പൊ നമുക്ക് തോന്നുന്നു അതൊക്കെ ആൾക്കാരെ വിശ്വസിക്കുക പൊട്ടക്കഥയല്ലേ, വലിയ രസകഥകള്. ഇങ്ങനത്തെ പൊട്ട പ്രസംഗങ്ങൾ വരുമ്പോഴേ അതിന്റെ താഴെയുള്ള വ്യൂവേഴ്സിന്റെ എണ്ണം നോക്ക് നിങ്ങൾ. അത്ഭുതങ്ങളും 24 മണിക്കൂർ കൊണ്ട് ലക്ഷങ്ങളിലേക്ക് അതിന്റെ കാഴ്ചക്കാരും കേൾവിക്കാരും പോവണേ. നല്ല വരുമാനം, ഓൺലൈൻ വരുമാനം. ഏത് രംഗത്ത്? ഈ ആത്മീയ ചൂഷകന്മാര് സലാത്തുകളൊക്കെ ഓൺലൈനായിട്ട് അയച്ചിട്ടുള്ളത് വീട്ടിൽ കുത്തിരിക്കുക, അത് ചെല്ലുക, അതിന്റെ എണ്ണ അയച്ചു കൊടുക്കുക, മദീനത്തേക്ക് അയച്ചു കൊടുക്കുക, അതിന്റെ ചെലവിലേക്ക് 10,000 രൂപ ഗൂഗിൾ പേയിൽ അയച്ചു കൊടുക്കുക. ഈ സാധുക്കൾ കൊടുക്കണേ അല്ലെ? വിശ്വാസ ചൂഷണത്തിന്റെ ആൾക്കാർ ആ ചൂഷണത്തിന്റെ വഴിയില്ല. അതിന്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് ഒരു മതത്തിന് നിർവഹിക്കാനുള്ള ബാധ്യത അതിസുന്ദരമായി ഭംഗിയായി ഇസ്ലാഹി പ്രസ്ഥാനം നിർവഹിച്ചു. ഇപ്പൊ നോക്കി, MSMന്റെ ഒരു ക്യാമ്പയിൻ നടത്തുന്നത് നിങ്ങൾ അറിഞ്ഞോ ആവാം. MSMന്റെ ഒരു ക്യാമ്പയിൻ. ആ ക്യാമ്പയിന്റെ വിഷയം എന്താണ്? നാസ്തികതക്കെതിരെ, അതായത് ഇസ്ലാം മത വിശ്വാസത്തിൽ നിന്ന് കുട്ടികൾ നിരീശ്വരവാദത്തിലേക്ക് പോകുന്ന ആ നാസ്തികതക്കെതിരെ കുട്ടികളെ സമുദ്ധരിക്കുന്ന വളരെ നല്ല ഒരു പ്രോഗ്രാം നടക്കുക. അതിന്റെ കൂടെ MSMന്റെ മറ്റൊരു പ്രോഗ്രാം അതെന്താണ്? ഉമ്മയെയും ബാപ്പയെയുമാണ് എനിക്ക് ഏറെ ഇഷ്ടം. കാരണം ഓൺലൈൻ കാലത്ത് കുട്ടികൾക്ക് ബാപ്പാനെയും മകനും കാണാനും കേൾക്കാനും വല്ല ഇഷ്ടമല്ല. ചില കുട്ടികളൊക്കെ വീട്ടില് ഹോട്ടലിൽ താമസിക്കുന്നതായിരിക്കാം. എത്രയാണ് ഒരു ഫുൾ ടൈം ഓരോ റൂമിലേക്കാണ്. എന്നിട്ടോ ഭക്ഷണത്തിന്റെ സമയത്ത് ഉമ്മ വിളിക്കുമ്പോ വരും, ഡൈനിങ് ഹാളിൽ ഇരിക്കും. 2 അഭിപ്രായം മതി, ബന്ധത്തില്ല, ഉപ്പില്ല, രസമല്ല, എന്നാലും വാരി തിന്നും. എന്നിട്ട് കയ്യും കൂടി കേൾക്കാതെ ഒരൊറ്റ പോക്ക അവന്റെ റൂമിക്ക്. പിന്നെ അടുത്ത ഭക്ഷണത്തിന്റെ നേരത്തെ പോലെ ഇറങ്ങി വരുള്ളൂ. വീടും മോനും തമ്മിലുള്ള ബന്ധം ഒരു ഹോട്ടൽ റൂമിൽ താമസിക്കുന്ന ആളുകളുടെ ബന്ധം പോലെയാണ് അല്ലേ? ബാപ്പാനെ കാണാറില്ല, ഉമ്മാനെ കാണാറില്ല, കണ്ടാൽ തന്നെ സംസാരിക്കാറില്ല, കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യാറില്ല, കൂടപ്പിറപ്പുകളോട് പ്രത്യേകിച്ച് സംസാരമൊന്നുമില്ല, ചിന്തകളൊന്നുമില്ല, ഒന്നുമില്ല. അവരങ്ങനെ ഒരു ലോകത്തേക്ക് അങ്ങോട്ട് കൂടിയിട്ട് അവസാനം നല്ല ശമ്പളം കിട്ടുന്ന മാതാപിതാക്കളുടെ ആ മകനെ 6 മാസമായിട്ട് കാണാനില്ല. 6 മാസമായിട്ട് കുട്ടിനെ കാണാനില്ല. എങ്ങോട്ട് പോയതോ? അമ്മയും മകനും പാടെ ബാങ്കിൽ നിന്നൊരു സംഖ്യ പൈസ ബാങ്കിൽ നിന്ന് പൈസ എടുക്കാൻ വേണ്ടി പോയതാ. അമ്മ പൈസ എടുത്ത് പുറത്തിറങ്ങാൻ നേരത്ത് മകനെ കാണാനില്ല. എങ്ങനെ ഇവിടെ അരിക്കോട് ബാങ്കിൽ പോയിട്ട് മോൻ ഉമ്മിപ്പാടെ പോയിട്ട് മോൻ പുറത്തു നിന്നു, ഉമ്മ പോയിട്ട് പൈസ എടുത്ത് വന്നു, മോനെ കാണാനില്ല. സ്വാഭാവികമായിട്ട് വിചാരിക്കും ഇവിടെ ഉണ്ടാവും. അങ്ങനെ വൈകുന്നേരം വരെ തെരഞ്ഞു. വൈകുന്നേരം കാണാനാകെ ഇപ്പൊ ബേജാറായല്ലോ. +1 പഠിക്കുന്ന കുട്ടിയല്ലേ. ആ തെരച്ചിൽ 6 മാസം നീണ്ടു. ആ തെരച്ചിൽ മിഞ്ഞാൻ അവസാനിച്ചു. എങ്ങനെ മിഞ്ഞാൻ അവസാനിച്ചത്? ആ ടൗണിന്റെ ബാക്കിലുള്ള കാട് മൂടി കിടക്കുന്ന സ്ഥലത്ത് ഒരു പഴയ കെട്ടിടമുണ്ട്. അത് ആൾതാമസമില്ലാത്ത കെട്ടിടം, കുറച്ച് ദൂരത്താണ്. ആ കെട്ടിടം ഒരു ടീം വാടക കൊടുത്തു. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച വാടക എടുത്തപ്പോ എന്റെ കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ചു വേണ്ട ഉള്ളിൽ കയറാന്. കാട് വെട്ടാൻ വന്നപ്പോ വീടിന്റെ ഉള്ളിൽ നിന്ന് അസഹ്യമായ ദുർഗന്ധം. അപ്പൊ ഇവര് ജനലിന്റെ ചില്ലൊക്കെ കുത്തിപ്പൊട്ടിച്ച് നോക്കിയപ്പോണ്ട് ഒരു അസ്ഥികൂടം തൂങ്ങിക്കിടക്കുക. അതിന്റെ കഴുത്തിന്റെ ഭാഗത്തിലുള്ള ഭാഗം നിലത്തേക്ക് കൊട്ടി തലമന്ന് ഊരിക്കുന്നത്. തല മാത്രമുണ്ട്, കയറുമ്പോ കണ്ടിട്ടുണ്ട്. തല എന്ന് പറഞ്ഞാൽ തല ഒട്ടിയുണ്ടാവുള്ളൂ. 6 മാസമേ ഒട്ടിയന്നെ ഉണ്ടാവുള്ളൂ, ബാക്കി അസ്ഥി നിലത്തു. അപ്പൊ പരിശോധിച്ചപ്പോഴാണ് ഡ്രസ്സിന്റെ ഒക്കെ മറ്റും കഷ്ണങ്ങൾ കണ്ടപ്പോഴാണ് 6 മാസം മുമ്പ് കാണാനില്ലാതായ മോനാണെന്ന് വ്യക്തമായത്. അതെന്താ
ഉപയോഗിച്ച് ചില ഓൺലൈൻ ഗെയിമുകൾ കളിച്ചിട്ടുണ്ട്. അപ്പൊ അതില് 6000-ഓളം രൂപ അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് അവർ ഈ ഓൺലൈൻ ഗെയിമിലൂടെ പോയിട്ടുണ്ട്. അത് അമ്മ അറിഞ്ഞിട്ടില്ല. ഈ പൈസ എടുക്കാൻ വേണ്ടി അമ്മ ബാങ്കിൽ വരുമ്പോ ഈ പൈസ പോയിട്ടുണ്ടെന്നും അത് പോയ വഴി ഏതാണെന്നും അമ്മക്ക് മനസ്സിലാവും. അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അമ്മന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റൂല എന്ന ബോധ്യം കൊണ്ടാണ് അമ്മന്റെ മുമ്പിൽ മാറിയിട്ട് തൊട്ടടുത്ത ബിൽഡിങ്ങിന്റെ കമ്പിയിൽ ആ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന 16-17 വയസ്സുള്ള കുട്ടി അവന്റെ ജീവിതം അവസാനിപ്പിച്ചത്. ഈ ഓൺലൈൻ ഗെയിമുകൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ചില മാനസികമായ അസ്വസ്ഥതയുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ അവരോട് കളിക്കണ്ടെന്ന് പറഞ്ഞ ഒരു തർക്കിച്ചു ചൂടാവും. എന്താ കളിച്ചാല് എന്താ പ്രശ്നം? ഞാൻ ചെറിയ കുട്ടിയാണോ? എനിക്കറിയില്ലേ? ഞാൻ പൈസ ഒന്നും കൊടുക്കണമല്ലോ. അവർ തർക്കിക്കും. പക്ഷെ ഈ ഓൺലൈൻ ഗെയിം സാധാരണ ഒരു കളി എന്ന് പറഞ്ഞാല് മറ്റുള്ള കുട്ടികളുമായി ചേർന്നുള്ള ഒരു കളിയാണ്. ഓൺലൈൻ ഗെയിം എന്ന് പറഞ്ഞാല് അത് യന്ത്രത്തോടുള്ള ഒരു കളിയാണ്. യന്ത്രത്തിന് പ്രത്യേകിച്ച് ആരോടും കിടപ്പാടൊന്നുമില്ല. ആ ഒരു യന്ത്രത്തിന്റെ നിലവാരത്തിലേക്ക് ഈ കുട്ടി കൂടി ഇത് മാറുകയാണ്. അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വാപ്പാരോട് എങ്ങനെ പെരുമാറണം, ഉമ്മാനോട് എങ്ങനെ പെരുമാറണം, തന്റെ വീട്ടിലെ അനുജന്മാരോട് എങ്ങനെ പെരുമാറണം, അനുജത്തിയോട് എങ്ങനെ പെരുമാറണം, ഇതൊന്നും ഒരു പ്രശ്നമില്ല. അവന്റെ മുമ്പിലെ മൊബൈൽ ഫോൺ പോലെ കേവലം ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ഉള്ള ഒരു യന്ത്രമായിട്ട് അവന്റെ മനസ്സ് മാറുക. അത് അവന്റെ ജീവിതത്തിലെ വലിയ അപകടങ്ങളിലേക്ക് വഴി നടത്തുക. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളൊക്കെ ഇവിടെ നമ്മുടെ മഹല്ല് സമിതിയിലൊക്കെ മുമ്പിൽ നമ്മുടെ കുട്ടികളെയും നമ്മളെ ഒരുമിച്ച് കൂടിയിട്ട് ഓൺലൈൻ ഗെയിമുകൾ ഉണ്ടാക്കുന്ന മാനസികമായ അപകടങ്ങളെ കുറിച്ച് ആ രംഗത്തെ പ്രഗത്ഭരെ കൊണ്ടുള്ള ഒരു ക്ലാസ് നമ്മളൊക്കെ നടത്തിക്കണം കേട്ടോ. നമ്മളെന്താലോ പലപ്പോഴും ഈ കാലത്ത് ഉമ്മി ബാപ്പി പറയുന്നതാലോ ഒന്നും ചെയ്യാത്ത പോലും ഈ രാവിലെ 6 മണിക്ക് മൊബൈൽ അവന് കിട്ടണം, രാത്രി 10 മണിക്ക് അവന്റെ ക്ലാസ് കഴിയാം. ആദ്യത്തെ ബാപ്പാന്റെ മൊബൈലിൽ ഇനി ബാപ്പാക്ക് പഠിക്കണ്ടേ, പിന്നെ ഉമ്മാന്റെ മൊബൈൽ ഉമ്മാക്ക് വേറെ പരിപാടി കൊണ്ട് ഒരു മൊബൈൽ ഓനങ്ങോട്ട് വാങ്ങിക്കൊടുത്തു. അങ്ങനെ മകന് മൊബൈൽ വാങ്ങിക്കൊടുത്തപ്പോ എല്ലാ ബാപ്പാന്മാരും ശ്രദ്ധിച്ചു ഏറ്റവും നല്ല മൊബൈൽ ഉണ്ടാവണം മകൻ. ബാപ്പാന്റെ മൊബൈൽ 10,000-ന്റെ മൊബൈലാണെങ്കിൽ ഉമ്മാന്റെ മൊബൈൽ 15,000-ന്റെ മൊബൈലാണെങ്കിൽ മകന് വാങ്ങിക്കൊടുത്ത മൊബൈൽ 25,000-ന്റെ മൊബൈലാണ്. ഒരു കുറവും വരുത്തിയില്ല. പക്ഷേ അതിരിക്കുന്ന അപകടങ്ങളെ കുറിച്ച് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഞാനൊക്കെ എന്താ കാട്ടുക? എനിക്കെന്തെങ്കിലും പറയാൻ പറ്റുമോ? ദേഷ്യപ്പെടുകയാണ്. ഞാനെന്താ കാട്ടുക? കൈമലർത്തുന്ന മാതാപിതാക്കളെ, നമ്മുടെ മക്കളുടെ ഭാവിയെ കുറിച്ചാണ് നമ്മൾ ഈ കൈമലർത്തുന്നത്. അത് മക്കള് എന്താ പറഞ്ഞ പോലെ എന്താ ചെയ്യാറുള്ളത്? നിങ്ങൾ ഈ പ്രദേശത്തെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളൊന്ന് സെറ്റപ്പ് ആക്കിയിരിക്കുക. എന്റെ കുട്ടി MSM-മാരെ വിളിക്കണം, ത്വാഹാമിനെ വിളിക്കണം, ഇവിടുത്തെ ശാഖ MSM-നെ വിളിച്ചിട്ട് ഓരോട് ചോദിക്കണം, നിങ്ങൾ എന്താ എന്റെ മോനെ കൂട്ടത്ത് കൂട്ടാതെ, നിങ്ങൾ എന്താ മോനെ വിളിക്കാതെ? വരണം. അതിലേക്ക് കൂടിച്ചേരുമ്പോ അത് മാനസികമായി ഉണ്ടാക്കുന്ന ചില പരിവർത്തനങ്ങളുണ്ട്. നമ്മുടെ മക്കളെ, പെൺമക്കളെ പ്രത്യേകിച്ച് ഇത്തരം പ്രവർത്തനങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുത്തണം. അത് അവരിൽ മാനസികമായ പരിവർത്തനങ്ങൾ ഉണ്ടാക്കും. ഇൻഷാ അല്ലാഹ് എന്റെ സംസാരത്തിന്റെ ആദ്യ ഭാഗം ഇതാണ്. നമ്മൾ സജീവമായി നല്ല ഉറപ്പോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി ഈ രംഗത്തേക്ക് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ അപകടകരമാണ്, വളരെ ആപൽകരമാണ്. തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം നമുക്ക് പ്രിയപ്പെട്ടതൊക്കെ നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാകും. അത് മറക്കരുത്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം. രണ്ടാമത്തേത്, വർത്തമാനകാലത്ത് ഇന്നല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ നാട്ടില് സജീവമായി നമ്മുടെ ടെലിവിഷനുകളുടെയൊക്കെ അന്തിചർച്ചകളിലും മറ്റുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചർച്ച ഉണ്ടല്ലോ. എന്താ ചർച്ച? ഒരു ക്രൈസ്തവ സഭയിലെ പാലാരൂപതയിൽപ്പെട്ട ഒരു ബിഷപ്പ് ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവന മുസ്ലിം സമുദായത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ടും അവരെ മോശപ്പെടുത്തുന്ന ഒരു രൂപത്തിലുള്ള പ്രസ്താവനയാണ് പാലാ ബിഷപ്പിന്റേതായി പുറത്തു വന്നത്. അതുമായി ബന്ധപ്പെട്ട ശരിതെറ്റുകളെ കുറിച്ചുള്ള ചർച്ചകൾ നമ്മുടെ നാട്ടിൽ സജീവമായി നടക്കുകയും പല ആളുകളും കരക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നത് പോലെ ഇതിൽ നിന്ന് ലാഭം നേടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും മുസ്ലിം സമൂഹത്തിന് വലിയ മാനസികമായ പ്രയാസവും ബുദ്ധിമുട്ടും ഇത്തരം ആരോപണങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സത്യത്തില് ഈ വിഷയത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സ്വാഭാവികമായി സാമ്പത്തികമായി നിങ്ങളെ ഉണർത്തണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഞാൻ സൂറത്ത് ആലി ഇമ്രാനിന്റെ ഏകദേശം അവസാന ഭാഗത്ത് 186-ാമത്തെ ഒരായത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത്. സൂറത്ത് ആലി ഇമ്രാനിന്റെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് 186-ആണ് ആ ആയത്തിന്റെ നമ്പർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ആയത്ത് നിങ്ങളൊന്ന് പരിശോധിക്കണം കേട്ടോ. ഞാൻ
ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് അള്ളാഹുവിന്റെ വാക്കാണ്, ഖുർആനാണല്ലോ. ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുടെ വാക്കാണ്. എന്താ അള്ളാഹുടെ വാക്കിന്റെ പ്രസക്തി? അതിന്റെ പ്രത്യേകത എന്താ? അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അത് ഉണ്ടാവോ? ഉണ്ടാവില്ലേക്കാരം. സാധ്യതയുണ്ടോ? അത് ഉണ്ടാവില്ലേക്കാരം. ഒരു സന്ദേഹം ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവണ്ട. അള്ളാഹ് ഒരു കാര്യം പറഞ്ഞാൽ അത് ഉള്ളതാണ്, അത് സംഭവിച്ചിരിക്കും. അള്ളാഹ് പറയണേ ലഖുബിലഉന്ന. ശ്രദ്ധിച്ചു കേൾക്കണം. ലഖുബിലഉന്ന, തീർച്ചയായും നിങ്ങൾ ശക്തമായി പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ എന്ന് പറഞ്ഞത് അള്ളാഹുവിടെ മുസ്ലിങ്ങളെ കുറിച്ചാണ്, അല്ലാതെ ഇസ്ലാം അല്ലാത്ത ആൾക്കാരെ കുറിച്ചല്ല. മുസ്ലിങ്ങളായ ആൾക്കാരെ കുറിച്ച് അള്ളാഹ് പറയാണ് ലഖുബിലഉന്ന, നിങ്ങൾ അതിശക്തമായി പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. എന്തൊരു ബുദ്ധിമുട്ട്, എന്തൊരു പ്രയാസം ഉണ്ടാവും. നിങ്ങൾക്ക് ശക്തമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുക തന്നെ ചെയ്യും. ഒരു സംശയം വേണ്ട. അതുകൊണ്ട് അങ്ങനെ എനിക്ക് എന്ത് ഇടങ്ങാറാണല്ലോ, ഒരു രോഗം അല്ലെങ്കിൽ പ്രയാസം അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ അവിടെ എന്നും എനിക്ക് പ്രശ്നമാണല്ലോ. എന്താ അങ്ങനെ? മുസ്ലിം ആയതുകൊണ്ടാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളല്ലായിരുന്നു മുഹമ്മദ് നബി. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരെ നമ്മുടെ കാഴ്ചപ്പാടില് പ്രയാസത്തിന്റെ നെരിപ്പോടിലൂടെയാണ് ജീവിച്ചത്. എന്തെങ്കിലും പ്രവാചകന്റെ വീട്ടില് ഒരു 4 ദിവസത്തിലുള്ള ഭക്ഷണം സ്റ്റോക്ക് ഉണ്ടായിരുന്നു കേൾക്കണോ? പ്രവാചകന്റെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന എന്തായിരുന്നു? അല്ലാഹുവേ, മുഹമ്മദിന്റെ വീട്ടിലെ ഉപജീവനം ഒരു ദിവസത്തേക്ക് തികയുന്നതാകണമേ റബ്ബേ. നമ്മുടെയൊക്കെ വീട്ടില് ഇന്ന് ഒരു ആരെങ്കിലും വന്നിട്ട് നമ്മുടെ വീടിന്റെ വാതിൽ കൂട്ടിയാല് നമ്മുടെ വീട്ടിന്റെ ഉള്ളിലുള്ള ഭക്ഷണം കൊണ്ട് എത്ര ദിവസം നമുക്ക് ഭക്ഷണം കഴിക്കാം? നമ്മുടെ സമ്പത്ത് കൊണ്ട് എത്ര തലമുറകൾക്ക് ഭക്ഷണം കഴിക്കാം? പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് അല്ലാഹുവേ, മുഹമ്മദിന്റെ വീട്ടിലെ ഭക്ഷണം ഒരു ദിവസത്തേക്ക് തികയുന്നതാകണേ റബ്ബേ. അതന്നെ തികഞ്ഞില്ല മിക്ക ദിവസവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ കഥ പറയുന്നുണ്ട്. പള്ളിയിൽ ഒരാൾ തട്ടിത്തടഞ്ഞ് വീണത്ര യുദ്ധത്തിൽ രാത്രി. അപ്പൊ ആരോ ചോദിച്ചു, ഉമ്മ നിങ്ങൾക്ക് ആ പള്ളിയിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ചുകൂടായിരുന്നു? ഒരു വിളക്ക്, ഒരു തിരിവിളക്ക്. നമ്മളൊക്കെ പള്ളിയിൽ എത്ര ലേറ്റ് ആയിട്ടാണ് വെക്കുന്ന പള്ളി ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പള്ളിയിൽ ഒരു വിളക്ക് കത്തിച്ചുകൂടെ എന്ന് ആയിഷ ബീവിയോട് ചോദിച്ചപ്പോ ആയിഷ ബീവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിളക്കിലൊഴിക്കാനുള്ള എണ്ണ ഉണ്ടായിരുന്നു എങ്കിൽ, വിളക്കിലൊഴിക്കാനുള്ള എണ്ണ ഉണ്ടായിരുന്നു എങ്കിൽ ആ എണ്ണ കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ചുണ്ട് നനക്കുമായിരുന്നു. അത്രയില്ലാത്ത കാലം. എത്രത്തോളം അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ രാത്രികൾ, അതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പേ ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞ 18 വയസ്സുള്ള പെൺകുട്ടി, നമ്മുടെ അമ്മയുടെ, അവര് ഒരു ചെറിയ പാത്രവുമായിട്ട് അയൽപക്കത്തെ വീട്ടിലേക്ക് പോകുന്ന ഒരു ചിത്രമുണ്ട് ചരിത്രത്തില്. എന്തിനാ പോണറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായി കിടക്കുന്നത് ആയിഷ ബീവിയുടെ വീട്ടിലാണ്. ആ രോഗിയായി കിടക്കുന്ന പ്രവാചകന്റെ സമീപത്ത് കത്തിച്ചു വളക്കുന്ന ഒരു എണ്ണവിളക്കുണ്ടായിരുന്നു. ആ എണ്ണവിളക്കിലെ എണ്ണ വറ്റി, ആ വിളക്ക് കരിന്തി കത്തി കെട്ടുപോയി. ആ എണ്ണ വിളക്കിൽ ഒഴിക്കാൻ ഇത്തിരി എണ്ണ അയൽ വീട്ടിൽ നിന്ന് കടം വാങ്ങാൻ വേണ്ടിയാ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഇരുട്ടിന്റെ മറ പറ്റി അയൽ വീട്ടിൽ പോയതേ. റസൂലുള്ളാഹിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ മകനാനില്ലേ. റസൂലുള്ളാഹിക്ക് മനസ്സിലായി ഇനി എന്റെ ജീവിതത്തിൽ യുദ്ധം ഉണ്ടാവില്ല, കഴിഞ്ഞൊരു ജീവിതം. അപ്പോഴാണ് പണ്ട് യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരു പഴച്ചട്ടുണ്ടായിരുന്നു റസൂലുള്ളാഹിക്ക്, ഒരു പഴയങ്കി, ശരീരത്തിൽ വെട്ടും കുത്തും ഒന്നും ഏൽക്കാതിരിക്കാനുള്ള ഒരു കുപ്പായം. ആ കുപ്പായം എടുത്തിട്ട് ആ കുപ്പായത്തെ ഏതെങ്കിലും മ്യൂസിയക്കാർക്ക് ലേലം ചെയ്ത് വിറ്റാൽ കോടികൾ കിട്ടും. ആ കുപ്പായമാണ് അള്ളാഹുവിന്റെ ഹബീബ് ഒരു ജൂതന് കൊണ്ടുപോയി പണം വിറ്റന്റെ മുസ്ലിങ്ങൾക്ക് പണം വെച്ചത്. അവിടെ ഉസ്മാൻ അഫ്ഫാനെ പോലെ പണക്കാരുണ്ടായിരുന്നു മദീനത്ത്, അബ്ദുറഹ്മാൻ ഔഫിനെ പോലെ പണക്കാരുണ്ടായിരുന്നു മദീനത്തുണ്ട്. ആ അബ്ദുറഹ്മാൻ ഔഫിന്റെ മുമ്പിലേക്ക് നബി എങ്ങനെയാണ്, അബ്ദുറഹ്മാൻ ഇന്റെ ഒരു പടയങ്കി ഉണ്ട്, ഇത് പണം വെച്ചിട്ട് എനിക്ക് ഗോതമ്പ് വെച്ചാൽ ആ പടയങ്കി വാങ്ങാതെ തന്നെ പ്രവാചകന്റെ വീട് ഒരു ഗോതമ്പ് കൊണ്ട് നടക്കൂലേ? ആ ഔദാര്യം വേണ്ടാന്ന് റസൂൽ തീരുമാനിച്ചു. അതുകൊണ്ട് ആ ജൂതന്റെ അടുത്തോടെ പണം വെച്ചിരുന്ന ജൂതൻ എന്ന ഇസ്ലാമിന്റെ 1-ാം നമ്പർ തത്വം. റസൂലുള്ളാഹിന്റെ പടയങ്കി കിട്ടിയ വലിയ കോളാണെന്ന് കാത്തിരിക്കണമല്ല. ഓനോട് കൊണ്ടേ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിന് പകരം എന്റെ വീട്ടില് 8-10 ദിവസം വെക്കാനുള്ള ഗോതമ്പ് വേണം, കൊണ്ടാടാതെ ആ ഗോതമ്പ് കൊണ്ട് ആ പ്രവാചകന്റെ വീട്ടിൽ കഞ്ഞി വെച്ച്
അതിന്റെ അർത്ഥം എന്താ? ലഖുബിലൗന്ന. ആ വാക്കിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണം. നമ്മക്ക് എന്താ, എന്നും മുസ്ലിങ്ങൾക്ക് ഇടങ്ങാറാണല്ലോ, എന്നും മുസ്ലിങ്ങൾക്ക് കഷ്ടപ്പാടാണല്ലോ. നമ്മക്ക് എന്താ അങ്ങനെ? നമ്മൾ ഇങ്ങനത്തെ കാര്യം ലഖുബിലൗന്ന, ലഖുബിലൗന്ന. അതിശക്തമായി നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. എന്തിലൊക്കെയാ പരീക്ഷ ഉണ്ടാകുക? ലഖുബിലൗന്ന ഫീ അംവാലികും വഅൻഫുസികും. കണക്കയിലോ ഫീ അംവാലികും, നിങ്ങളുടെ സാമ്പത്തിക രംഗത്ത് നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാവും. നല്ല മികച്ച ആളുകൾ തകർന്ന് തരിപ്പണാവും. കാര്യമായിട്ട് വരുമാനമില്ലാത്ത ഒന്നുമില്ലാത്തതാവും. വരുമാനം കൊണ്ട് തികയാത്ത അവസ്ഥ വരും. കടം വാങ്ങിയിട്ട് ജീവിതം വഴിവിട്ടിപ്പോകുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാവും. സാമ്പത്തിക രംഗത്ത് അതിശക്തം. നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്ക് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ പഠിച്ചില്ലേ? നാട്ടിലെ പണക്കാരനായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, എമ്പാടും കുടുംബക്കാരുണ്ടായിരുന്നു, സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഓരോ നേരവും അദ്ദേഹത്തിന്റെ വീട്ടില് സദ്യകൾ ഒരുക്കിയിരുന്നു. അതിന് മാത്രം ആൾക്കാർ പൈസ ഉണ്ട്. അവസാനം മാരകമായ ഒരു രോഗം കൊണ്ട് എല്ലാം നശിച്ച് നാട്ടുകാർ അദ്ദേഹത്തെ ദുർഗന്ധം സഹിക്കവയ്യാനിട്ട് നാടിന്റെ പുറത്തു കൊണ്ടുപോയി ഉപേക്ഷിച്ച കഥകൾ കേട്ടിട്ടില്ലേ? ഒന്നുമില്ലാതെയില്ലേ? അത് ആരെങ്കിലും ആരെങ്കിലോ അള്ളാന്റെ നെയ്യേ എല്ലാം ഉണ്ടായി. ഒരു നാട്ടിലെ മഹാധനികനായി ജീവിച്ചിട്ട് അവസാനം ഒന്നുമില്ലാതെ, ഒരു വസ്തു ഇല്ലാതെ നാട്ടുകാരെ ഒഴിവാക്കി പുറത്തു കൊണ്ടുപോയിട്ട് ഒരു മണത്തിട്ട്. നിങ്ങൾ അതിശക്തമായ പരീക്ഷണത്തിന് വിധേയമാക്കപ്പെടും. ഫിയംവാലിക്കും, നിങ്ങളുടെ സ്വത്തിലും, ഫിയംഫുസിക്കും വഅൻഫുസിക്കും, നിങ്ങളുടെ സമ്പത്തിലും ശരീരത്തിലും. നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ വിചാരിക്കും ഞാനൊന്നും അങ്ങനെ ഒരു പരീക്ഷണം എനിക്ക് ഉണ്ടാവില്ല, കാരണം ഇനിയിപ്പോ ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു തലമുറക്ക് ജീവിക്കാനുള്ള എന്റെ അടുത്തുണ്ടല്ലോ. എന്തുണ്ട് എന്നൊക്കെ പറയും. നോക്കി ഇപ്പോ ചൈന ഇന്ത്യ ഒരു യുദ്ധം പ്രഖ്യാപിച്ചു. നോക്കി കാരണമാണല്ലോ, ഒരു യുദ്ധം പ്രഖ്യാപിച്ചു. ചൈന ഒരു ബോംബ് കൊണ്ടുവന്ന് അഴീക്കോട് പരിസരത്ത് ചൈന ഒരു ബോംബിട്ട് രാത്രി നമ്മളൊക്കെ ഒച്ച കെട്ടുകാണ്ട് തകരുന്ന വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഓടി. ആയുസിന്റെ നിങ്ങളെ കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു നിൽക്കുക. രാവിലെ എന്താ കാണുക? നിരന്ന് കിടക്കുന്ന കത്തി ചാമ്പലായ ഒരു നാട്. പ്രളയമായിട്ടൊന്നല്ല, ഒറ്റ പെരമായി. നമ്മുടെ പെര ഭാഗ്യം. എന്റെ ATM കാർഡിന്റെ കീശയിലായതുകൊണ്ട് അത് നഷ്ടപ്പെട്ടില്ല. പൈസ എടുക്കാലോ. ATM കൊണ്ട് പൈസ എടുക്കണമെങ്കിൽ ബാങ്ക് വേണ്ടേ, അവിടെ ATMന്റെ കുറ്റി വേണ്ടേ, അതിന് പൈസ കൊണ്ടുവരാൻ പൈസ വേണ്ടേ, ഞാൻ പൈസ കിട്ടിയിട്ട് സാധനം വാങ്ങാൻ പലർക്കണം വേണ്ടേ? ഒന്നുമില്ല. എന്താണ് വിചാരിച്ചത്? സിറിയയിൽ, അഫ്ഗാനിസ്ഥാനിൽ, തുർക്കിയിലൊക്കെ എന്താ നടന്നത് വിചാരിച്ചത്? സമ്പന്നമായ നാടുകൾ ഒരൊറ്റ രാത്രി കൊണ്ട് തകർന്ന് തരിപ്പണമാക്കപ്പെട്ടു. പണ്ട് കുവൈറ്റ് യുദ്ധവുമായി സദ്ദാം ഹുസൈന്റെ കുവൈത്തിലെ അധിനിവേശം ഉണ്ടായിരുന്നു. അന്ന് അവിടുത്തെ കുവൈത്തിലെ ഒരു സാഹിത്യകാരന്റെ രചന, ഒരു കഥ ഞാൻ വായിച്ചത് പ്രകാരം അദ്ദേഹം എന്തറിയാം, തലേ ദിവസം ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അത്രേ പാർട്ടി, ഒരു സദ്യ കൂട്ടുകാരെ കൂടി. അന്ന് ഇഷ്ടംപോലെ ആടുകളെ ചുട്ടുകൊണ്ടു വന്നിട്ടേ ആളുകൾ കൈകൊണ്ട് തൊടാത്ത ആടുകൾ ബാക്കിന്റെ ഗൾഫിലെ പോയ ആൾക്കാർക്ക് അറിയാം. ഭക്ഷണത്തിന്റെ പതിങ്ങനെ വളമ്പിട്ട് കൊടുന്നിട്ട് അവസാനം കൊണ്ടുപോയിട്ട് ഹുമാമയ്ക്ക് തട്ടുമ്പോഴേ നമ്മുടെ കയ്യ് തട്ടിയിട്ടില്ലാത്ത വലിയ പ്ലേറ്റുകൾ ഉണ്ടാവും. അങ്ങനെ കൊണ്ടുപോയി തട്ടലാണ്. അങ്ങനെ ഇവർ ആളുകൾ തൊട്ടിട്ടില്ലാത്ത ആടുകളെ കൊണ്ടുപോയിട്ട് ഹുമാമയെ കൊണ്ടുപോയി തട്ടിനാവന്നെ. അങ്ങനത്തെ പാർട്ടിയെ പിറ്റേന്ന് രാവിലെ നേരം എടുത്തപ്പോ കുവൈത്ത് നഗരത്തിന്റെ അധികാരം മുഴുവനും ഇറാഖി പട്ടാളക്കാർ പിടിച്ചു. അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ തടവിലാക്കപ്പെട്ട് ഈ പറയപ്പെട്ട സാഹിത്യകാരനും വീട്ടു തടവിലായി. ആകെ ഒരു രക്ഷയില്ല, പട്ടിണി. അവസാനം ഇയാളെ രാത്രി ആരും കാണാതെ മെല്ലെ ഒളിഞ്ഞൊളിഞ്ഞൊളിഞ്ഞു പോയി. എങ്ങട്ടാ പോയത് നിങ്ങള്? തലേന്ന് രാത്രിയിലെ പാർട്ടിയിൽ വേസ്റ്റായ ആടിന്റെ മാംസം തട്ടിക്കളഞ്ഞ ഒരു കുമാമന്റെ കൂമ്പാറുണ്ടായിരുന്ന ബാങ്കിൽ അങ്ങോട്ട് പോയി വെക്കുക. അന്ന് തട്ടിക്കളഞ്ഞ ആടിന്റെ ബാക്കിന്തോ സംഗതി തീരുകണെങ്കിലും പൈച്ചുമ തിന്നാൻ പറ്റുമല്ലോ പറഞ്ഞ് അയാൾ മുട്ടുകുത്തി ആ ആടിനെ വലിച്ചെറിഞ്ഞ കുമാമയുടെ അടുത്തേക്ക് മുട്ടുകുത്തി പോയിന്ന് അയാൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യ പാവം ദരിദ്രനാവാനെ നൂറ്റാണ്ടൊന്നും കാത്തിരിക്കണ്ട, കുറച്ചു നേരം അല്ലേ? അപ്പോ നമ്മളൊക്കെ എഴുതിയിരിക്കണം കേട്ടോ. നമ്മളൊക്കെ എന്റെ ജീവിതത്തിൽ ഒരു പരീക്ഷണം വരാമല്ലോ എന്ന് വിചാരിക്കണ്ട. എപ്പോഴും വരാം. എപ്പോഴും ഈ പോണ പോക്കിൽ ഒരു കല്ലുമ്പ് തട്ടിക്കണം വീണോക്കട്ടെ, വീണുകൊണ്ട് ആശുപത്രി കൊണ്ടുപോയി പരിശോധിച്ചിട്ട് പറഞ്ഞു സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തപ്പോ പറയണേ നട്ടെല്ലും പൊട്ടിയിരുന്നത്.
പിന്നെ നിങ്ങളുടെ ജീവിതം നിങ്ങളല്ല നമ്മളെ ജീവിതകാലം മുഴുവൻ മരന്ന് കിടക്കുക. കല്യാണമില്ല, തക്കാറില്ല, സമ്മേളനമില്ല, ഫുട്ബോളില്ല, ഒരു വസ്തുല്ല. ഒരു സെക്കൻഡ് കൊണ്ടല്ല ജീവിതം മാറുന്നത്, ഒരു സെക്കൻഡ് കൊണ്ട് മാറും ജീവിതം. അപ്പോ എപ്പോഴും പ്രതീക്ഷിക്കണം ജീവിതത്തിൽ ഇപ്പൊ ഈ കാണുന്ന പകല് മാത്രമല്ല രാത്രി വരാണ്ട്. നിങ്ങളുടെ സമ്പത്തിലും ശരീരത്തിലും അല്ലാഹു തആല നിങ്ങളെ അതിശക്തമായി പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഇനി പറയുന്നത് കേട്ടിട്ടുണ്ട്, ഖുർആന്റെ ചില ആയത്ത് കേൾക്കുമ്പോഴേ അത് ഇന്നലെ ഇറങ്ങിയ ആയത്താണ്. ഇപ്പൊ ഉണ്ടായ ഒരു പ്രശ്നത്തിന് അല്ല ഇപ്പൊ ഇറക്കിയ ഒരു പരിഹാരം തോന്നും. പണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോ ഉമർ ഇബ്നു ഖത്താബ് അടക്കമുള്ള സഹാബികളൊക്കെ പറഞ്ഞേ റസൂൽ മരിച്ചിട്ടില്ല. പിന്നെ അത് മൂസാ നബിക്ക് തൗറാത്ത് കൊടുക്കാൻ വേണ്ടി അള്ളാഹു മൂസാ നബിനെ 40 ദിവസം സീനാ പർവ്വതത്തിലേക്ക് കൊണ്ടുപോയ വഴിക്ക് താൽക്കാലികമായിട്ട് കൊണ്ടുപോയതാണ്. നബി തിരിച്ചു വരും. അങ്ങനെ വിശ്വസിച്ചു. ഉമർ ഇബ്നു ഖത്താബ് വാഴത്തിന് നടന്നു. നബി മരിച്ചു എന്ന് പറഞ്ഞാൽ പറഞ്ഞവനെ വിട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ആകപ്പാടെ കലുഷിതമായ അന്തരീക്ഷം. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി വന്നത്. അദ്ദേഹം കയറി വന്നിട്ട് നേരെ ആയിഷ ബീവിയുടെ വീട്ടിൽ അവിടെ നബി കിടക്കണേ. അപ്പൊ ആയിഷ ബീവി ഒരു മുണ്ടോണ്ട് നബിനെങ്ങനെ മൂടി. ആയിഷ ബീവി മനസ്സിലായി. കാരണം ആയിഷ ബീവി നബി ആയിഷ ബീവിന്റെ പിന്നെ നെഞ്ചത്തേക്ക് തല വെച്ച് ഇങ്ങനെ ചാടിക്കുകയും ആ നബിയുടെ കൈ നബിയുടെ മടിയിൽ ഇങ്ങനെ വെച്ചൊക്കെയും ആ കൈ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നിലത്തിങ്ങനെ ചാടി. അപ്പൊ ആയിഷ ബീവി ആ കൈ ഇങ്ങനെ എടുത്തു വെക്കാൻ ശ്രമിച്ചു. അപ്പോ തന്റെ നെഞ്ചിലിരിക്കുന്ന പ്രവാചകന്റെ തല ഇങ്ങനെ നിലത്തിങ്ങനെ ചാടി. അപ്പൊ ആയിഷ ബീവി മനസ്സിലായി പ്രവാചകൻ പോയി. അപ്പൊ ആയിഷ ബീവി എടുത്ത് പുറത്തുകൊണ്ട് ഇങ്ങനെ മൂടിയിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ആ മുഖത്തെ ആ പുറത്തും ഇങ്ങനെ നീക്കി നോക്കി. അദ്ദേഹത്തിന് മനസ്സിലായി മരിച്ചു. അദ്ദേഹം പ്രവാചകന്റെ 2 കണ്ണുകൾക്കിടയിൽ ഉമ്മ വെച്ചു, ചുംബിച്ചു. അല്ലെ, നമുക്ക് വളരെ പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട അടുത്ത ആളുകൾ മരണപ്പെട്ടാൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അവരുടെ നെറ്റിയിൽ അവരുടെ കണ്ണുകൾക്കിടയിൽ ആ പിന്നെ പ്രവാചകന്റെ നെറ്റിയിൽ അബൂബക്കർ സിദ്ദീഖ് ഉമ്മ വെച്ചു. എന്നിട്ട് അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ ആൾക്കാർ ഇങ്ങനെ തളച്ചു നിൽക്കല്ലേ. ഉമർ ഇങ്ങനെ ഓരോ നാട്ടിൽ വാള് വെച്ച് പറഞ്ഞാ വിട്ടും പറഞ്ഞാട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ച് ഇപ്പുറത്തേക്ക് മാറിയിട്ട് ഒരു കല്ലുമ്മൽ കയറി നിന്നു. ഒരു കല്ലുമ്മ. എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗിക്കാൻ വരും. അപ്പോ എന്താണ് അബൂബക്കർ പറയുന്നത് കേൾക്കാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ കൂടെയാണ്. അപ്പൊ അബൂബക്കർ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓതുക. അതായത് പണ്ട് ഉഹദ് യുദ്ധത്തിൽ ഒരു കിംവദന്തി വരുന്നു. റസൂലുള്ളാഹി മരിച്ചു എന്ന് പറഞ്ഞപ്പോ കുറെ ആൾക്കാർ ഇനി എന്തിനാ യുദ്ധം ചെയ്ത്, റസൂലുള്ളാഹി മരിച്ചെങ്കിൽ നമ്മളാർക്കാ യുദ്ധം ചെയ്ത് മണ്ട് നോക്കുകയാണ്. ചില ആൾക്കാർ ഓടി. അപ്പൊ അല്ലാഹു ഇറക്കിയ ആയത്താണ് മുഹമ്മദ് നബി അള്ളാഹുവിന്റെ നബി മാത്രമാണ്. അദ്ദേഹത്തിന് മുമ്പും നബിമാർ വന്നിട്ടുണ്ട്, അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് പ്രസംഗിച്ചിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിച്ചിരുന്നു എങ്കിൽ മുഹമ്മദ് നബി ഇതാ മരിച്ചു പോയിരിക്കുന്നു, നിങ്ങൾ ആരാധനയൊക്കെ വെറുതെ. എന്നാൽ ആരെങ്കിലും അല്ലാഹുവിനെ ആരാധിച്ചിരുന്നു എങ്കിൽ അല്ലാഹു ഇതാ മരിക്കാതെ എന്നെന്നും ജീവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ പ്രസംഗം നിർത്തി. ഈ പ്രസംഗം കേട്ടപ്പോഴാണ്, ഈ ആയത്ത് കേട്ടപ്പോ പിൽക്കാലത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയണേ, ആ ആയത്ത് കേട്ടപ്പോ ഖുർആനിൽ അങ്ങനെ ഒരു ആയത്ത് മുമ്പുണ്ടായിരുന്നോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. കാരണം ആ സന്ദർഭത്തോട് ഏറ്റവും അനുയോജ്യമായ ഒരു ആയത്ത് ഇറങ്ങിയത്. ഇനി ഞാൻ ഓതപ്പണ ആയത്തിലെപ്പോഴും ഇപ്പൊ ഓതി വെച്ച ആയത്തിന്റെ ഭാഗമാണ്. നിങ്ങളുടെ സമ്പത്തിലും ശരീരത്തിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. എന്നിട്ട് അല്ലാഹു പറയണേ, തീർച്ചയായും നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും. ആ അറബി ആ ഗ്രാമർ പഠിച്ച ആൾക്കാരോട് ചോദിച്ചാൽ പറഞ്ഞത് ആ പദത്തിന്റെ ശൈലി. ലാ തസ്മഉന്ന, ലാ എന്ന ആദ്യത്തെ അക്ഷരവും അവസാനത്തിലെ ന എന്ന അക്ഷരവും, ഈ 2 അക്ഷരം ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക അർത്ഥത്തിനാണ്. ആ 2 ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വരുന്ന പദം വരും, അതിലൊരു സംശയം വേണ്ട, ഉറപ്പായിട്ടും അത് സംഭവിക്കുന്ന. തീർച്ചയായും നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും. ആരിൽ നിന്ന്? മിനല്ലദീന ഊതുൽ കിതാബ്, വേദഗ്രന്ഥം ലഭിച്ച മുമ്പ് വേദഗ്രന്ഥം ലഭിച്ച ആൾക്കാർ. ആരാണ്? ക്രിസ്ത്യാനികളും ജൂതന്മാരുമാണ്.
ആ വിവാദത്തിൽ നിന്ന് നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും. ഓരോരുത്തർ മാത്രമല്ല, മറ്റു ബഹുദൈവ വിശ്വാസികളായ ആളുകളിൽ നിന്നും നിങ്ങൾ കേൾക്കും. എന്താ കേൾക്കുക? അദൻ കസീറൻ, ധാരാളം കഠിനമായ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന വാക്കുകൾ. നമുക്ക് തോന്നും എന്തിനാ അയാൾ പറഞ്ഞേ, അത് പറയുന്നില്ലേ പടച്ചോ നേരത്തെ നമ്മളോട് പറഞ്ഞു. ഇത് മാത്രല്ല കേട്ടോ, ഇതിനേക്കാൾ ഭീകരമായ എന്തൊക്കെ ഒരു നെറ്റൊക്കെ തോന്നുന്നുണ്ട്. ഇസ്ലാമിനെ കുറിച്ച് പ്രവാചകനെ കുറിച്ചൊക്കെ ആരോപിക്കുന്ന ആരോപണത്തിന്റെ വലുപ്പം കേട്ടാൽ നമുക്ക് ഭ്രാന്തവും. ഇപ്പോഴല്ല, പണ്ട് മുതലേ ഏത് പ്രവാചകനെ കുറിച്ചേ ആരോപണം കേൾക്കാതെ നോക്കിയാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് വരെ ആ നാട്ടിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളല്ലായിരുന്നു. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിക്ക് മദ്യം പറയാൻ വേണ്ടി നബിനെ കിട്ടിയ ഓരോ സന്തോഷത്തില് ഭയങ്കര സന്തോഷ. അവരെ ഒരു സദസ്സിലേക്ക് റസൂലുള്ളാഹി കയറി വന്നാൽ ഓരോ സന്തോഷത്രയാ. ഓരോ വീട്ടിലേക്ക് റസൂലുള്ളാഹി വന്നാൽ അവരുടെ സന്തോഷത്രയാ, അത്ര സന്തോഷം. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ അവര് പ്രവാചകനെ അധിക്ഷേപിച്ചതും ആക്ഷേപിച്ചതും എത്ര ക്രൂരമായിട്ടല്ലേ. കല്ലെടുത്തെറിഞ്ഞു, മുഖത്ത് കാർക്കിച്ചു തുപ്പി, പ്രവാചകനെ ഉപദ്രവിച്ചു, തലയിലേക്ക് എച്ചിൽ വാരിയിട്ടു, പ്രവാചകന്റെ കഴുത്തിൽ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കൊടന്മാര വലിച്ചിട്ടു, തെറി പറഞ്ഞു, ചീത്ത പറഞ്ഞു, വല്ലാതെ ശ്രമിച്ചു. എന്റെ തെറ്റ് കണ്ണു കുടിക്കരുത് പറഞ്ഞതുകൊണ്ടാ, വ്യഭിചരിക്കരുത് പറഞ്ഞതുകൊണ്ടാ, പലിശ വാങ്ങരുത് പറഞ്ഞതുകൊണ്ട്, അതൊക്കെ ഓരോ അംഗീകരിച്ചു. പിന്നെ ഏതാ പ്രശ്നം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, അല്ലാത്ത ഒരു ദൈവം ഇല്ലട്ടോ. അത് പറഞ്ഞതിന്റെ പേര് നോക്കി, റസൂലുള്ളാഹിക്ക് 7 മക്കളുണ്ടായിരിക്കോ, 6 മക്കള് മരിക്കരുത്. പ്രത്യേകിച്ച് രോഗമില്ല, ഒന്നിന് പുറകെ ഒന്നായിട്ട് മരിക്കരുത്. ഇത് മരിച്ചപ്പോ ആ നാട്ടിലെ ആൾക്കാർ, ശത്രുക്കള് ഈ അവസ്ഥ ശരിക്കും മുതലാക്കി. പ്രവാചകന്റെ മക്കള് മരിച്ചതിനുള്ള സങ്കടമല്ല, ഇത് പ്രവാചകനെ കുത്താനുള്ള ഏറ്റവും നല്ല സമയം മനസ്സിലാക്കി. എന്നിട്ട് ഓര് വിളിച്ചു പറഞ്ഞു, മുഹമ്മദെ എങ്ങനെയുണ്ട്? ഞങ്ങളെ ദൈവങ്ങളെ കുറ്റം പറഞ്ഞ കുരുത്തങ്ങളാണ്. കണ്ടില്ലേ, ഓരോന്ന് കണ്ണ് തുറക്കും മുമ്പ് പിടഞ്ഞു മരിക്കണേ കുരുത്തങ്ങളാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? അവസാനം അവൻ നബിക്കൊരു പേര് കൊടുത്ത്, നെഞ്ച് കത്തുന്ന ഒരു പേര്. എന്തായാലോ അബുത്തറാണോ നീ? അബുത്തർ. എന്താ അബുത്തർ? നിങ്ങൾ ആൺകുട്ടികൾ ഉണ്ടായാല് ആ ആൺകുട്ടികൾ വലുതാകുന്നതിന് മുമ്പ് ആ ആൺകുട്ടികൾ മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ഓന്റെ കുട്ടി അറ്റുപോവുക, ഓന്റെ തറവാട് നിന്ന് പോവുക. നമുക്ക് താങ്ങാൻ പറ്റും. 2 or 3 ആൺകുട്ടികൾ ഉണ്ടായിട്ട് ആ ആൺകുട്ടികളെ മരിച്ചു പോയിട്ട് നാട്ടുകാർ നമ്മളെ കണ്ട ആളാച്ചൊക്കെ കുറ്റിയറ്റ് പോയവരല്ലേ, തറവാടില്ലാത്തവനല്ലേ പറഞ്ഞാല് എന്തൊക്കെയാണ് അവസ്ഥ? നബിനെ ഒരു ചീത്ത വിളിച്ചു, മുഹമ്മദ് ഈ അബുത്തറാണോ? കുറ്റിയറ്റ് പോയവനാ, എനിക്ക് വാലില്ല, എനിക്ക് പിന്മുറക്കാരില്ല, ഓരോന്ന് പിഴഞ്ഞ് മരിച്ചില്ലേ എന്നവർ പ്രവാചകനെ കുറ്റപ്പെടുത്തുന്ന ആ അവസ്ഥ വരെ ഉണ്ടായി. അത് അള്ളാഹു പറഞ്ഞു, ലാ തസ്മഉന്ന, നിങ്ങൾ കേൾക്കും. എന്താ കേൾക്കുക? അദൻ കസീറൻ, വലിയ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന വാക്കുകൾ അവരിൽ നിന്ന് ആരോപണങ്ങളായി നിങ്ങൾ കേൾക്കുന്നു. കേട്ടതിന്റെ പേര് അത്ഭുതപ്പെടണ്ട. എന്തേ പറയാത്തതെന്ന് ആലോചിക്കണ്ടേ? എന്താ അവർ പറയാത്തത്? കാരണം എന്താണോ, പറയുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടേ, നമ്മൾ കേൾക്കുന്നു പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കേൾക്കണ്ടേ? ആ കേട്ട് ഇനി എന്താ നമ്മൾ ചെയ്യണ്ടേ? നമ്മൾ അതേ നാണയത്തിൽ അങ്ങോട്ട് തിരിച്ചടിക്കുക. അരമനകളിലെ രഹസ്യങ്ങളൊക്കെ കുത്തിച്ചോർത്തിയിട്ട് അതിങ്ങനെ ഫേസ്ബുക്കിൽ, സോഷ്യൽ മീഡിയയിൽ തോന്നിയാസങ്ങളും വൃത്തികളൊക്കെ അത്ഭുതങ്ങളായി ലൈവായിട്ട് അതേ നാണയത്തിൽ ഓരോട് തിരിച്ചടിക്കുക. അല്ലേ? നമ്മളൊക്കെ എന്താ സത്യത്തില് ഇസ്ലാമിനെ ഈ ലോകത്ത് വികൃതമാക്കിയതിന്റെ ഉത്തരവാദിത്വം ഓർക്കുന്നല്ല കേട്ടോ, നമ്മക്കാണ്. നമ്മൾ ശരിക്കത് കൈകാര്യം ചെയ്യാത്തത്. നോക്കി അമ്മ പറയുന്നത്, അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങള് وَإِن تَصْبِرُوا وَتَتَّقُوا فَإِنَّ ذَلِكَ مِنْ عَزْمِ الْأُمُورِ. അത്ഭുതം. എന്താ പറഞ്ഞേ? അല്ലാഹു പറയുന്നേ, ഇത്തരം സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവും. പല ഭാഗത്തു നിന്നും കടുത്ത പരീക്ഷണങ്ങൾ ശരീരത്തിലും സമ്പത്തിലും മാനസികമായി ബാധിക്കുന്ന വാക്കുകളായും പ്രവർത്തനങ്ങളായും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. അങ്ങനെ അനുഭവിക്കുമ്പോൾ
ക്ഷമിക്കണത്ര. ക്ഷമ എന്ന് പറയുന്നത് നമ്മളെ കൂടുതൽ ചില ആൾക്കാർക്ക് വിരാമ. ക്ഷമ എന്ന് കേൾക്കുമ്പോൾ കൂർത്താവലെ മുട്ടിങ്ങനെ ഓ ക്ഷമ 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 നിങ്ങൾ ക്ഷമിച്ചോളി ഞങ്ങൾ പോകണം എന്നിട്ട് അവർ പോയത് അല്ലേ? അല്ല പറയണേ നിങ്ങൾ വേണ്ടത് എന്താ? നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ ക്ഷമിക്കുക. ഇത് അള്ളാഹു എന്നെ പരീക്ഷിക്കാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രവർത്തനത്തിന്റെ അതിർവരമ്പുകൾ ലംഘിക്കാൻ പാടില്ല. ഹറാമുകൾ ഹലാലാവൂല, വേണ്ടാത്തരങ്ങൾ നന്നാവൂല, തോന്നിവാസങ്ങൾ ശരിയാവൂല. അതൊക്കെ എപ്പോഴും തെറ്റഞ്ഞ. അതുകൊണ്ട് ക്ഷമിക്കുക. ക്ഷമിച്ചാൽ മാത്രം പോരാ, നല്ല പടച്ചോനെ അറിയാതെ ഒരു വാക്ക് പോലും നാവിൽ നിന്ന് വന്നു പോകാതെ, അറിയാതെ ഒരു പ്രവൃത്തി പോലും ചെയ്തു പോകാതെ, ക്ഷമ തെറ്റിയിട്ട് വേണ്ടാത്ത ഒരു കാര്യം പോലും സംഭവിച്ചു പോകാതെ അല്ലേ? അല്ലെ? ഉഹദ് യുദ്ധത്തിലെ മുസ്ലിങ്ങൾ കുറച്ചു നേരം പരാജയപ്പെട്ട ഒരു സമയത്തെ അപ്പൊ മുസ്ലിങ്ങളെ പ്രബോധിതരാക്കാൻ വേണ്ടി ശത്രുക്കൾ മലമുകളിൽ നിന്ന് വിളിച്ചു ചോദിച്ചു, അബൂബക്കർ എവിടെയോ നിങ്ങളെ അബൂബക്കർ? നിങ്ങളെ പറഞ്ഞ അബൂബക്കറിനോടൊപ്പം അബൂബക്കർ എവിടെ അബൂബക്കർ? അപ്പൊ ചില സഹാബികൾ മറുപടി അറിയാൻ വേണ്ടി മുന്നോട്ട് വന്നത് നബി പറഞ്ഞു കണ്ട എവിടെയോ ഉമർ വലിയ വലിയ വില്ലാടി വീരാടി ധീര ചൂര പോരാളികളൊക്കെ പറഞ്ഞ ഉമറവിടെ കാണാനല്ലോ. പിന്നെ ഓരോ ചോദ്യം ചോദിച്ചു, എവിടെയുള്ള നിങ്ങളെ പടച്ചോൻ? നിങ്ങളല്ല പറഞ്ഞേ നിങ്ങൾക്ക് എപ്പോഴും എന്തിന്റെ ഒപ്പം പടച്ചോണ്ട് എവിടെ നിങ്ങളെ പടച്ചോൻ? അപ്പൊ നബി പറഞ്ഞു ഉമറെ അബൂബക്കറെ അതിന് മറുപടി പറയും. അള്ളാഹനെ കുറിച്ച് ചോദിച്ചതിന് മറുപടി പറയും. വ്യക്തിപരമായി ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി വേണ്ട, അത് പ്രബോധനം ഉണ്ടാക്കാനാണ്. അള്ളാഹനെ കുറിച്ച് ചോദിച്ചല്ലോ അതിന് മറുപടി കൊടുക്കുമല്ലോ. അത് നമ്മൾ ഇസ്ലാഹി പ്രസ്ഥാനം ഈ പറയപ്പെട്ട ഇസ്ലാമിനെതിരെ ഉന്നയിക്കുന്ന ഏത് എത്ര മ്ലേച്ഛമായ ആരോപണം ഉന്നയിച്ചാലും പ്രകോപിതരാവാനോ യുദ്ധം ചെയ്യാനോ പന്തം കൊടുത്താനോ കട അടച്ചുപൂട്ടാനോ നാഷണലിനെ ബ്ലോക്ക് ചെയ്യാനോ നമ്മൾ അറിഞ്ഞാലില്ല. നമ്മൾ അതിന്റെ ഇസ്ലാമികമായ ആശയം അതിഭംഗിയായിട്ട് പറഞ്ഞു. ഏത് കാലത്ത് ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോ, എന്നൊക്കെ പ്രവാചകനെ കുറിച്ച് പറഞ്ഞപ്പോ, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ, ഇസ്ലാമിലെ തലാഖിനെ കുറിച്ച് പറഞ്ഞപ്പോ, കല്യാണത്തെ കുറിച്ച് പറഞ്ഞപ്പോ, അതേപോലെ അനന്തരാവകാശ സ്വത്തിന്റെ രീതിയെ കുറിച്ച് പറഞ്ഞപ്പോ, എന്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴും നമ്മൾ പ്രകോപിതരാവാനോ ഇംഗ്ലാം ഒഴിക്കാനോ ധർണ നടത്താനോ അടച്ചുപൂട്ടാനോ എറിഞ്ഞു പൊടിച്ചാനോ കത്തിച്ചാനോ നമ്മൾ പോയിട്ട് നമ്മളെ കുട്ടികളെ ചെറുപ്പക്കാർ പറഞ്ഞേ ഇതെന്താ നേതൃത്വം, ഒരു ചട്ട നേതൃത്വം, ഇതൊക്കെ ഒരു ധർണ നടത്തിയാണ് അങ്ങാടി ഒരു ബ്ലോക്കാക്കണ്ടേ? നമ്മുടെ നേതാവ് മുഹമ്മദ് നബിയാണ്. നമ്മുടെ നേതാവ് മുഹമ്മദ് നബിയാണ്. ആ നബി പഠിപ്പിച്ചെന്ന ഖുർആനാണ് ഈ ഓതുന്നത്. ക്ഷമിക്കുക, നല്ല തഖ്വ, പാളിപ്പോകാത്ത അതിശക്തമായ സൂക്ഷ്മത. നമുക്ക് റോഡില്ല. ഈ പറഞ്ഞ കാര്യം ഇത് നമ്മൾ യോഗം കൂടി തീരുമാനിക്കേണ്ട കാര്യമല്ല. പടച്ച തമ്പുരാൻ കൃത്യമായി നിർബന്ധമായി മാറ്റമില്ലാത്ത വിധം കൃത്യമായ ഒരു തീരുമാനമായി നമ്മളെ ഏൽപ്പിച്ചതാണ്. ഇളക്കല്ല അല്ലേ? അപ്പോ ഇത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേ നമ്മൾ അതിന്റെ പിന്നാലെ വടി കൊണ്ട് ശത്രുക്കൾ എന്താ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് നമ്മൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇറക്കി എപ്പോഴും ഒരു അസ്വസ്ഥരാക്കി നമ്മളെ നിർത്തണം. ഒരു രസം തരങ്ങള് എന്തുകൊണ്ടാണ് വേദക്കാർ നിങ്ങളെ ഈ രൂപത്തിൽ അധിക്ഷേപിക്കുന്നത് എന്ന ചോദ്യത്തിന് ഖുർആൻ നൽകുന്ന മനോഹരമായ മറുപടി. ആ മറുപടിക്ക് നമ്മൾ അമ്പരപ്പിക്കും. എന്താ മറുപടി? നിങ്ങൾ എന്താ അർത്ഥം? അസൂയ കൂട്ടുന്ന. എന്തിനാണ് വേദക്കാരെ ഇടക്കിടക്ക് നിങ്ങളിങ്ങനെ കുത്തുന്നത്? അസൂയ കൊണ്ടാണ്. ഇപ്പോഴും അസൂയ തന്നെയാണ്. കുറച്ച് കാലമായി നമ്മുടെ നാട്ടില് മുസ്ലിം സമൂഹം രാഷ്ട്രീയമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഒക്കെ ഇത്തിരി വളർച്ചയുടെ വഴിയില്ല. പണ്ട് ഒരു നാട്ടിലെ ആശുപത്രിയിൽ 10 ഡോക്ടർമാരെ പേരുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ പേര് പോലും നമ്മുടെ ഗവൺമെന്റിന്റെ പേരുണ്ടാവില്ല.
ഒരു കലക്ടർ പേരുകൾ നമ്മുടെ ഒരു അറബി പേര് കേട്ടത് എന്താണ്? ഒരു അധ്യാപക നാട്ടിലെ സ്കൂളിൽ 100 ടീച്ചർമാരുണ്ടെങ്കിലും മാഷുമാരുണ്ടെങ്കിലും ഒരു അറബി മാസ്റ്റല്ലാത്ത വേറെ മാസ്റ്റർ ഉണ്ടാവില്ല. ഒരു നല്ല ആശുപത്രി, ഒരു നല്ല സ്ഥാപനം, ഒരു നല്ല കട, വെറും ഇറച്ചിപ്പേരല്ലാതെ എന്താ മകനെ? ഇന്ന് കേരളത്തിന്റെ സാംസ്കാരിക അവസ്ഥയിൽ വിദ്യാഭ്യാസ രംഗം നോക്കി കേരളത്തിലെ കലക്ടർമാർക്ക് എത്ര കലക്ടർമാര്, അധ്യാപകർ എത്ര അധ്യാപകർ, എത്ര കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ മേഖലയിൽ മെഡിക്കൽ കോളേജുകളുള്ളത് മുസ്ലിം മാനേജ്മെന്റുകളുണ്ട്. ഞാൻ എന്റെ പേര് പോലെയല്ല, എന്താ പറഞ്ഞാൽ ഈ സമൂഹത്തിന് വളർച്ച, ആ വളർച്ചയിലെ ചില അസൂയകൾ ഈ രൂപത്തിലുള്ള അപവാദങ്ങളായി വരുന്നുണ്ട് എന്ന് മറക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മളെ അസ്വസ്ഥരാക്കി നമ്മൾ അങ്ങനെ വീണ്ടും പഴയ അസ്വസ്ഥതയുടെ ലോകത്തിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ പോകരുത്. നമ്മൾ കാര്യം മനസ്സിലാക്കണം. അത് അസൂയ കൊണ്ടാണ് നമ്മളെ പറ്റിയ അയൽവാസി അസൂയ കൊണ്ട് നമ്മളെ പറ്റിയത്. ഇപ്പൊ നമ്മൾ നല്ല കച്ചവടം നടത്തുന്നുണ്ട്, നമ്മുടെ അയൽവാസി ആ കച്ചവടത്തെ കുറിച്ച് അസൂയ കൊണ്ട് ആരോടെ പറഞ്ഞു മഹാമോശം സാധനം അവിടെ നിൽക്കുന്നത് പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യാം? കൊല്ലാൻ പോവോ? ഇല്ല. നമ്മളിവിടെ കച്ചവടം ഒന്നും കൂടി നന്നാവും. എന്നിട്ടോ അവന്റെ അസൂയരെ നമ്മൾ തകർത്ത് കളയുമ്പോ ഇതെന്നെ വെളി മാറ്റി. നിങ്ങൾ അല്ലാഹു ഖുർആനിൽ പറയട്ടെ, ഇത്തരം സന്ദർഭങ്ങളിൽ നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയും സകാത്ത് കൃത്യമായി കൊടുക്കുകയും ചെയ്ത് അള്ളാഹുവിന്റെ കൽപ്പനകളിലേക്ക് നമ്മൾ കണ്ട് വരണം. ഈ പ്രതിസന്ധി ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്താ പറയുന്നത്? നമുക്കൊക്കെ അറിയാം, വളരെ പ്രയാസത്തിലാണ് ലോകത്തിലെ മുസ്ലിം സമൂഹം സഞ്ചരിക്കുന്നത്. എല്ലാ അപൂർവം ചില മുസ്ലിം രാഷ്ട്രങ്ങൾ മാറ്റി നിർത്തിയാൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥയുടെ എനിക്ക് ശ്രീലങ്കക്കാരനായ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ ഒരു ദായിയാണ്. ഞാൻ അദ്ദേഹത്തോടൊക്കെ ചോദിച്ചു ശ്രീലങ്കയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താ ഇവിടെ ചെന്നോടനെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ശ്രീലങ്കയിലെ മുസ്ലിങ്ങളുടെ കാര്യം ദയനീയാണ്, ഭയങ്കര മർദ്ദനങ്ങളും പീഡനങ്ങളും, പ്രത്യേകിച്ച് NDT അതേപോലെ അവിടുത്തെ സിംഹളൊക്കെ വലിയ പ്രയാസത്തിലാണ് മുസ്ലിങ്ങളെ കാര്യം. അപ്പൊ ഞാൻ ചോദിച്ചു ശ്രീലങ്കയിലെ മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് ആരാണ്? അറിയാൻ വേണ്ടിയുള്ള ഒരു അഭിവാദ്യം കൊണ്ട് ചോദിച്ചതാണ്, ആരാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു ബുദ്ധമതക്കാർ, ബുദ്ധമതത്തിന്റെ ആളുകൾ. ഞാൻ ആ അമ്പരുന്നു. കാരണം നമ്മളൊക്കെ സ്കൂളിൽ ശ്രീബുദ്ധനെ കുറിച്ചും ബുദ്ധമതത്തെ കുറിച്ചും പഠിച്ചപ്പോ എന്താ പഠിച്ചത്? ഉറുമ്പിനെ പോലും നോവിക്കുന്നത് പാപമാണെന്ന് പഠിപ്പിച്ച മതല്ലേ. യുദ്ധത്തിൽ നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെട്ടതിന്റെ സങ്കടം സഹിക്കാൻ കഴിയാതെ കൊട്ടാര ജീവിതം ഒഴിവാക്കി സന്യാസിയായി കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ അശോക ചക്രവർത്തിയുടെ കഥയൊക്കെ പഠിച്ചിട്ട് essay എഴുതിയിട്ട് പരീക്ഷയിച്ച ആൾക്കാരാണ് ആ നമ്മളെ കേൾക്കുന്നത്. ശ്രീലങ്കൻ മുസ്ലിങ്ങളെ ഏറ്റവും നേരെ വേദനിപ്പിക്കുന്നത് ശ്രീലങ്കയിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞ അവസ്ഥ എന്താ അല്ലെ? രോഹിംഗ്യൻ മുസ്ലിങ്ങളെ ഈ രൂപത്തിൽ കൊല്ലാത്തത് ചെയ്തത് ബുദ്ധ സന്യാസിമാരാണ്. അപ്പൊ മുസ്ലിങ്ങളുടെ കാര്യം ലോകത്ത് ഇതന്നെ. ഈ മുസ്ലിങ്ങൾക്ക് രക്ഷ എവിടുന്ന കിട്ടാം? ചില ആൾക്കാർ പറയുന്നത് അമേരിക്ക രക്ഷിക്കും, ചില ആൾക്കാർ അമേരിക്ക രക്ഷിക്കില്ല, ചൈന നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുള്ളൂ, ചില ആൾക്കാർ അമേരിക്ക ചെയ്യുന്നുണ്ടാവില്ല, ഇനിയിപ്പോ റഷ്യ ശരിയായാലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. ചില ആൾക്കാർ പറയേ ഫ്രാൻസ് നമ്മളൊപ്പുണ്ട്, അല്ലെങ്കിൽ സ്വീഡൻ നമ്മളൊപ്പാണ്, അല്ലെങ്കിൽ ബ്രിട്ടൻ നമ്മളൊപ്പാണ്. ഇവരാരും നമ്മളൊപ്പം നമ്മുടെ രക്ഷ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്താ? പണ്ട് മൂസാ നബി ബനൂ ഇസ്രായേലിനെ കൊണ്ട് പോകുമ്പോഴേ കടലിന്റെ കലമ്പത്ത് അങ്ങോട്ട് കടക്കാൻ വയ്യ കടലിൽ. ഇങ്ങനെന്താ കാട്ട് ആലോചന ഇരിക്കുമ്പോൾ വേക്കുന്നത് ഒച്ച കേൾക്കുന്നത് ഫിറൗനും കൂട്ടരും കുതിരപ്പടയാളികൾ ഒന്നായിട്ട് വരിക. ഒന്നുകിൽ പടയാളികളുടെ വെട്ടേറ്റ് മരിക്കാം, അല്ലെങ്കിൽ കടലിൽ ചാടി മരിക്കാം. ഇവരൊക്കെ പറ മൂസേ എന്തിനാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്? അടിമകളായിട്ടാണെങ്കിലും ഞങ്ങളവിടെ സുഖമായിട്ട് ജീവിക്കേനി, നീ എന്തിനാ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്? ഇപ്പൊ ഒന്നുകിൽ കടലിൽ ചാടി മരിക്കണം, അല്ലെങ്കിൽ വെട്ടേറ്റ് മരിക്കണം, വേറെ വല്ല മാർഗമുണ്ടോ നമ്മുടെ മുമ്പില്? മൂസ പറഞ്ഞു ഭയപ്പെടണ്ട, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. അള്ളാഹുവിന്റെ രക്ഷയെ നമുക്ക് കിട്ടാനുള്ളൂ. നമുക്ക് അള്ളാഹിന്റെ രക്ഷ കിട്ടാനുള്ളൂ. അതെ, നമ്മുടെ പേര് അറബിയിലായതുകൊണ്ട് അള്ളാഹു നമുക്ക് രക്ഷിക്കൂല.
രക്ഷിക്കൂല. അങ്ങനെയാണെങ്കിൽ അബൂജഹലിനെ രക്ഷിക്കൂല. അബൂലഹബ് എന്ന് പറഞ്ഞ പേര് എത്ര ചൊറുക്കുള്ള പേരാണ്. അബൂലഹബ് എന്ന് പറഞ്ഞ മനുഷ്യരെ നല്ല ചൊറുക്കുള്ള ആളെന്ന, അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയാൽ ഒരു തിരി കത്തിച്ചതുപോലെ അത്ര ചൊറുക്കുന്ന. അതുകൊണ്ട് അദ്ദേഹത്തിന് അബൂലഹബ്, ലഹബ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തീനാളം, തീനാളം, അത്ര ചൊറുക്കേനി. പക്ഷെ പേര് അറബിയിലാണല്ലോ. ഇത് അയാൾ കഴിച്ചതായി. അറബിയിൽ പേരുള്ളത് കൊണ്ട് കഴിച്ചിട്ടാവില്ല, സുന്നത്തല്ലാണ് കഴിച്ചുകൊണ്ട് കഴിച്ചിട്ടാവില്ല. മഹല്ല പള്ളിയിൽ മെമ്പർഷിപ്പിലൂടെ അള്ളാഹു നമ്മൾ രക്ഷിക്കും. അള്ളാഹു നമ്മളെ ഏറ്റെടുക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ എന്താണ്? കണ്ടീഷനാണ്. ഒരു സംശയം വേണ്ട. അള്ളാഹുവെ സഹായിക്കണേ 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 എന്ന് നാഴികക്ക് 40 വട്ടം പ്രാർത്ഥിക്കുമ്പോ കരുതിക്കോളെ, അള്ള സഹായിക്കണമെങ്കിൽ അള്ള ഒരു നിബന്ധന ആദ്യം വെച്ചിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹനെ സഹായിക്കുകയാണെങ്കിൽ അവങ്ങളെ സഹായിക്കും. ആ രണ്ട് സഹായം വ്യത്യാസമുണ്ട്. അള്ളാഹനെ സഹായിക്കുക പറഞ്ഞാല് ബക്കറ്റിൽ പിരിവെടുത്ത് കണ്ട് അള്ളാഹ് തിന്ന ഭക്ഷണത്തെ കുറിച്ചോ അത് നേരെ തെരഞ്ഞെടുക്കണ്ട. നമ്മുടെ കാൽ കാശോ ഒരു പിടി മറ്റോ ഒരു കുപ്പായ കഷ്ടോ ഒന്നും അള്ളാഹ് വേണ്ട. അള്ളാഹനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുക. നമ്മുടെ ജീവിതത്തില്, നമ്മുടെ മക്കളുടെ ജീവിതത്തില്, നമ്മുടെ കുടുംബത്തിന്റെ ജീവിതത്തില്, നമ്മുടെ വരുമാനത്തില്, നമ്മുടെ വസ്ത്രധാരണത്തില്, നമ്മുടെ സംസ്കാരത്തില്, നമ്മുടെ ആരാധനകളിലൊക്കെ അള്ളാഹുവിന്റെ നിയമങ്ങളെ ചേർത്ത് നിർത്തി ജീവിക്കുക. എത്ര പ്രയാസം ഉണ്ടെങ്കിലും അങ്ങനെ ജീവിക്കുമ്പോ അതിന് അള്ള പറഞ്ഞ പേരാണ് നിങ്ങൾ അള്ളാഹനെ സഹായിക്കൽ. അങ്ങനെ നിങ്ങൾ അള്ളാഹനെ സഹായിച്ചാൽ അവൻ നിങ്ങളെ സഹായിക്കും. അവൻ നിങ്ങളെ സഹായിക്കും. അപ്പോ അള്ളാഹുവിന്റെ സഹായമാണ് നമ്മുടെ ആകെ പ്രതീക്ഷ. നമ്മുടെ കാര്യത്തിലും, നമ്മുടെ ആരോഗ്യത്തിലും, നമ്മുടെ സമ്പത്തിലും, നമ്മുടെ മക്കളിലും ഒക്കെ നമുക്കാകെ പ്രതീക്ഷ അള്ളാഹുവെ കാക്കണം. എന്ത് പറഞ്ഞാലും ഓരോ അപകടങ്ങളുടെ വാർത്ത വായിക്കുമ്പോഴും നമ്മൾ അവസാനം നെഞ്ചത്ത് കൈവച്ച് പറയും, പടച്ചോനെ ഈ കാക്കണം കേട്ടോ. ആ പടച്ചോൻ കാക്കും, പടച്ചോൻ കാത്തുകള്, ബദറിന് കാത്തുകള്. എത്ര അപകടകരമായ രംഗത്ത് പടച്ചോൻ കാക്കും. പക്ഷെ പടച്ചോൻ കാക്കണമെങ്കിൽ അപ്പൊ എന്താ കാട്ടില്? എണ്ണ കൂട്ടൊന്നും വേണ്ട. എങ്ങനെയെങ്കിലും മുസ്ലിങ്ങൾ എണ്ണ കൂട്ടിയിട്ട് ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങൾ മുസ്ലിങ്ങൾ കീഴടക്കണം, ഒരുപാട് മണ്ഡലങ്ങളിൽ മുസ്ലിങ്ങൾ ജയിച്ചിട്ട് കേരളത്തിന്റെ ഭരണം, ഇതൊന്നും വേണ്ട. നമുക്ക് ഭരണം വേണ്ട, ഒരു കുടച്ചക്രവും വേണ്ട. നമുക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. പക്ഷെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവണമെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ കൂട്ടത്തിലാവണം. അല്ലാതെ നമ്മൾ പൈസ ഉണ്ടാവുമ്പോ തോന്നിയതുപോലെ ജീവിക്കുക, മക്കളൊക്കെ തോന്നിയതുപോലെ വളർത്താൻ, നല്ല ഡ്രസ്സൂല്ല, പിന്നെ എന്താ പറയാ, അവർക്ക് പറക്കൂല, അങ്ങനെ തോന്നിയതുപോലെ ജീവിക്കുക. ആണും പെണ്ണൊക്കെ പറയാ, ഇപ്പത്തെ കാലല്ലേ, തലമുറല്ലേ, പുതിയ തലമുറല്ലേ, ഓരോ പ്രായല്ലേ, അത് അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, എന്തൊക്കെ തോന്നിയാസങ്ങള്. അള്ളാഹുവിന്റെ ദീനൊക്കെ നമ്മളെ നാവും തുമ്പത്തല്ലാതെ നമ്മുടെ പേരന്റെ ഉള്ളിലോ ജീവിതത്തിലോ വല്ല ബെറിണ്ടോ? കുട്ടികളൊക്കെ പ്രത്യേകിച്ച് പുതിയ തലമുറ അതൊക്കെ ഒരു പ്രത്യേക രൂപത്തിലേക്ക് മാറണം. ആണുമില്ല, പെണ്ണുമില്ല, ഹറാമുമില്ല, ഹലാലുമില്ല, എല്ലപ്പാടും കണ്ട് കൂടി ചേർന്ന് ആകപ്പാട് സാമ്പാറ്. നിങ്ങളുടെ എഴുതി നമ്മൾ പടച്ചോനെ കാക്കണേ. കാക്കണമെങ്കിൽ പടച്ചോ പറഞ്ഞ നിബന്ധന ആദ്യം വായിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോ ഈ കോവിഡ് കാലത്ത് അല്ലെങ്കിൽ സമാനമായ ഏത് പ്രതിസന്ധിയുടെ കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് കൂടുതൽ അടുത്ത് നിൽക്കുക. നമ്മുടെ വീട്ടിൽ ഇസ്ലാമം ജീവിക്കട്ടെ. നമ്മുടെ മക്കളെയൊക്കെ നിർബന്ധമായി പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക. ഇടക്കിടക്ക് ഇതുപോലെ സംഗമിക്കുക, കൂടുക, പറയുക, പഠിപ്പിക്കുക. പതക്കെ നബിയെ നീ അങ്ങനെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കുക. കാരണം ഉപദേശമാണ് ജനങ്ങൾക്ക് ഏറ്റവും വലിയ മാറ്റം വരുത്തുക. അല്ലെ? അപ്പൊ നമ്മളൊക്കെ ഈ രംഗത്ത് സജീവമാവുക, അപകടങ്ങളെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവുക. പട്ടിണി പരിവട്ടവും പൈസ ഇല്ലായ്മ എന്നല്ല പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം നരകാണ്. ആ നരകത്തിന്റെ ഭീകരതയിൽ വീട് പോകാതിരിക്കാൻ ജാഗ്രതയോടുകൂടി ജീവിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.